students, welcome to Learn 24. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6ലെ ചാപ്റ്റർ 4 ആയ അലോങ് വിത്ത് മോഷൻ, അതായത് ചലനത്തിനൊപ്പം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോട്ട്സും ഒക്കെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ ലഭ്യമായിരിക്കും. സോ നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ പറ്റുന്നൊരു ഗൈഡായിരിക്കും. അപ്പോൾ അത് വെച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നമ്മുടെ എർത്തിൽ ഇഷ്ടം പോലെ ഒബ്ജക്ട്സ് കാണാം അല്ലേ. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നത്? മൂവബിൾ ആയിട്ടുള്ളതും ഇമ്മൂവബിൾ ആയിട്ടുള്ളതും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് എന്താണ് മൂവിങ് ആയിട്ട് തോന്നില്ല അല്ലേ. പിന്നെ എന്താണ് ചിലത് നമുക്ക് കാണാൻ പറ്റും മൂവിങ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ കണ്ണുകൊണ്ട് ഇമ്മൂവബിൾ ആയിട്ടുള്ളത്, അതായത് മൂവ് ചെയ്യാത്ത ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് ചിന്തിച്ച് നോക്കൂ. കുറേ ഉണ്ടല്ലേ. നമുക്ക് ഏതൊക്കെ പറയാം? ബിൽഡിങ്സ് പറയാം, മൗണ്ടെയിൻസ് പറയാം, റോക്സ് പറയാം. ഇതൊക്കെ എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്താണ് ഇതൊന്നും മൂവ് ചെയ്യുന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഇമ്മൂവബിൾ ആയിട്ടുള്ള വളരെ ഉറച്ചു നിൽക്കുന്ന ഈ മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഇതൊക്കെ വരെ എന്താണ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഇവരൊക്കെ കോൺസ്റ്റന്റ്ലി ഇൻ മോഷൻ ആണ്. ഗ്രേറ്റ് സ്പീഡിൽ ഇവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മോഷൻ, ഒരു ചലനം ഇവയ്ക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ പിക്ചർ കാണാം അല്ലെ. ഈ പിക്ചറിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഇമേജ് ആണല്ലേ. ഓക്കെ, സണ്ണിന് ചുറ്റും കുറേ പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ ഇതിന് എന്ത് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ പ്ലാനറ്റ്, നമ്മൾ താമസിക്കുന്ന പ്ലാനറ്റ് ആയ എർത്തും എന്താണ് കോൺസ്റ്റന്റ് മോഷനിൽ ഒരു ഗ്രേറ്റ് സ്പീഡിൽ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്, നമ്മളിപ്പോൾ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും എന്തായിരിക്കും, നമ്മളും ഒരു മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വിച്ച് ആർ ദ മോഷൻസ് ഓഫ് ദി എർത്ത് യു ആർ ഫെമിലിയർ വിത്ത്? നമുക്ക് പരിചിതമായിട്ടുള്ള എർത്തിന്റെ മോഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? യെസ്, നമ്മുടെ എർത്തിനൊരു ഇമാജിനറി ആക്സിസ് ഉണ്ട് അല്ലേ. ഓക്കെ, സോ ആ ഇമാജിനറി ആക്സിസിൽ വെച്ചിട്ട് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് നമുക്കറിയാവുന്ന ഒരു മൂവ്മെന്റ് എർത്തിന്റെ. യെസ്, സോ എന്താണ് മോഷൻ അബൌട്ട് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. അതെപ്പോഴാണ്? വൺസ് ഇൻ എ ഡേ. ഓക്കെ, വൺസ് ഇൻ എ ഡേ ആണ് എർത്ത് എന്താണ് അതിന്റെ ഇമാജിനറി ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നത്തെ നമുക്ക് പരിചിതമായിട്ടുള്ള മൂവ്മെന്റ് എന്താണ്? റെവല്യൂഷൻ അറൌണ്ട് ദ സൺ അല്ലേ. എന്താണ്? സണ്ണിന് ചുറ്റും നമ്മുടെ എർത്ത് റെവല്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെ. വൺസ് എ ഇയർ അതെന്താണ് ഈ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, what are the objects that move along with the earth when it moves? ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഈ എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഈ എർത്തിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ ആനിമൽസ് തുടങ്ങി എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും അങ്ങനത്തെ കുറച്ച് ഒബ്ജക്ട്സ്? നമുക്ക് കുറച്ച് പറയാം. എന്തൊക്കെയാണ്? all the objects on the earth are when the earth moves, all the objects on the earth like എന്തൊക്കെയാണ്? living organisms, mountains, trees, rocks, buildings etc. move along with it അല്ലേ. അതായത് എന്താണ്? മൗണ്ടെയിൻസ്, ലിവിങ് ഓർഗാനിസംസ്, അത് മൈക്രോസ്കോപ്പിക് ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ എല്ലാം എന്താണ് എർത്തിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. Can you be in a state of rest at least for a second? ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമുക്കൊരു റെസ്റ്റിംഗ് പൊസിഷൻ, അതായത് ഒട്ടും മൂവ് ചെയ്യാത്ത ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ആയിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പറ്റുമോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അങ്ങനെ റെസ്റ്റിംഗ് പൊസിഷനിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് റീസൺ? എർത്ത് സണ്ണിന് ചുറ്റും നല്ല ഗ്രേറ്റ് സ്പീഡിൽ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ എന്താ നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഇംപോസിബിൾ അല്ലേ. അത് ഇംപോസിബിൾ ആണ് ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കുക എന്നുള്ളത്. റീസൺ എന്താണ്? കാരണം എർത്ത് ഈസ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. എർത്ത് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോഷനിലാണ്, ഗ്രേറ്റ് സ്പീഡിൽ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, അപ്പൊ എർത്ത് മൂവ് ചെയ്യുമ്പോൾ എന്താണ്? ഓൾ ദി ഒബ്ജക്ട്സ്, എല്ലാ ഒബ്ജക്ട്സും എർത്തിനോടൊപ്പം മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെന്റ് നമുക്കിപ്പോൾ മനസ്സിലാവില്ല അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഇമ്മൂവബിൾ ആയിട്ടുള്ള എന്താ പറയുക ഒബ്ജക്ട്സിന്റെ പേര് ചോദിച്ചപ്പോൾ നമ്മൾ മൗണ്ടെയിൻസും റോക്സ് ഒക്കെ പറയാൻ കാരണം എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് അതൊന്നും മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞല്ലേ. അപ്പോൾ പക്ഷെ ഇത് മൂവിങ് ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് ഔട്ടർ സ്പേസിൽ നിന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഇതൊക്കെ മൂവിങ് ആണ് എന്നുള്ളത് ബോധ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ എർത്ത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ എന്തായിരിക്കും അതിന്റെ സ്പീഡ്? എത്രയായിരിക്കും? 1667 km/h ആണ് ഇക്വേറ്റോറിയൽ റീജിയനിൽ നമ്മുടെ എർത്ത് അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്. ഓക്കെ, ദെൻ നമ്മൾ റെവല്യൂഷന്റെ കാര്യം പറഞ്ഞല്ലേ. എർത്ത് എന്താണ്
മറ്റു പ്ലാനറ്റ്സിനെ പോലെ തന്നെ സണ്ണിന് ചുറ്റും വൺസ് എ ഇയർ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ സ്പീഡ് എന്താണ്? 1,06,000 km/h ആണ് റെവല്യൂഷൻ, എർത്തിൻ്റെ റെവല്യൂഷൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള എലമെന്റ് എന്താണ്? നമ്മളെല്ലാവരും ഈവൻ നമ്മളൊന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടി എന്താണ്, ഒരു ഗ്രേറ്റ് സ്പീഡിൽ ഒരു മോഷൻ നമുക്കും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മറ്റു ഒബ്ജക്ട്സിന്റെ കാര്യം എല്ലാം പറഞ്ഞു. ഇനി നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മൂവ്മെന്റ്സ്, ചലനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചെസ്റ്റ് റീജിയനിൽ നമ്മുടെ ചെവി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ്, കുറച്ച് നോയ്സസ്, സൗണ്ടൊക്കെ കേൾക്കാം അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും? നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാം, പിന്നെന്താണ് ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാം അല്ലേ? അങ്ങനെ നമുക്ക് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ബോഡിയിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യെസ്. So what are the movements that occur within your body? അപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മൂവ്മെന്റ് എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ അല്ലേ? എന്താണ്? ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ സെൽസിലോട്ടും ടിഷ്യൂസിലോട്ടും ഒക്കെ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? വെയിൻസും കാപ്പിലറീസും ആർട്ടറീസും ഒക്കെ വഴി എന്താണ് ഈ ബ്ലഡ് ആവശ്യമുള്ള ഇടങ്ങളിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഒരു മോഷനായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പിന്നെന്താണ്? ബ്രീത്തിങ് പ്രോസസ്. അതെ, ബ്രീത്തിങ് നടക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എന്താണ് എയർ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താണ് അത് ലങ്സിലോട്ട് എത്തി പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെന്താണ് കാർബൺ ഡയോക്സൈഡ് എന്താണ് വേസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ, സോ ബ്രീത്തിങ് പ്രോസസ്സ് ഒരു മൂവ്മെന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെന്താണ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഹാർട്ട് ബീറ്റ് വഴിയാണ് അല്ലേ? ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. സോ ഹാർട്ട് ബീറ്റ് എന്താണ്? അതും ഒരു മൂവ്മെന്റ് ആണ്. പിന്നെന്താണ് എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ ബോഡി. അപ്പോൾ നമ്മൾ കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യും അല്ലേ? അതിനുശേഷം എന്താണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ എടുത്തിട്ട് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റ് ഒക്കെ എന്താണ് എക്സ്ക്രീഷൻ വഴി പുറത്തു പോകും. സോ അതും എന്താണ്? അതും ഒരു സോർട്ട് ഓഫ് ബോഡിലി മൂവ്മെന്റ് ആണ്. ദെൻ മോഷൻ അറൗണ്ട് അസ്. നമ്മൾ നേരത്തെ എന്താണ് നമ്മുടെ ബോഡിയിലുള്ള മോഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ ചുറ്റുമുള്ള മോഷൻ എങ്ങനത്തെയൊക്കെ മൂവ്മെന്റ് ആണ് നടക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വേവ് ചെയ്യുക. അപ്പോൾ എന്താണ് എയറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അല്ലേ? ഓക്കെ, സോ വാട്ട് ആർ ദ ഇൻസ്റ്റൻസസ് വെൻ യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ മോഷൻ ഓഫ് എയർ? അപ്പോൾ എന്താണ് നമ്മുടെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത്. നമുക്ക് എയറിൻ്റെ മോഷൻ, എയറിൻ്റെ ഒരു ചലനം ഫീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടംപോലെ എക്സ്പീരിയൻസസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ, എന്തൊക്കെയായിരിക്കും എയർ വഴി ഉള്ള മൂവ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? വൈൽ സിറ്റിംഗ് ഓൺ എ സീഷോർ. നമ്മളെല്ലാവരും ബീച്ചുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സീഷോറിൽ ബീച്ചിലൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് നല്ല തണുത്ത വിൻഡൊക്കെ ഇങ്ങനെ പാസ് ചെയ്യില്ല. അപ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? സോ അതെന്താണ്? അത് ഒരു എയറിൻ്റെ മൂവ്മെൻ്റ് ആണ്. യെസ്. പിന്നത്തെ എന്താണ്? ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ ഒരു പീസ് ഓഫ് പേപ്പർ വേവ് ചെയ്യുമ്പോൾ ആ ഒരു സെൻസേഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് പിന്നെന്താണ്? സ്കൈയിലുള്ള ക്ലൗഡ്സിന്റെ മൂവ്മെന്റ് നമുക്ക് ചില സമയത്ത് നോക്കുമ്പോൾ കാണാം അല്ലേ? ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം അല്ലേ? ഓക്കെ, സോ അതൊക്കെ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്ന മൂവ്മെന്റ്സ് ആണ്. വാട്ട് ആർ ദി അതർ ടൈപ്സ് ഓഫ് മോഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് അറൗണ്ട് യു? അപ്പോൾ നമ്മൾ കുറേ അധികം മോഷൻ ചലനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അത് ചില ചലനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ, സോ അതിന് പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ചുറ്റും കാണാൻ പറ്റുന്ന മറ്റ് മോഷൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് അല്ലേ? കുറേ വാഹനങ്ങൾ എന്താണ് റോഡിലൂടെ ഒക്കെ പോകുന്നത്. ഈ വാഹനങ്ങളുടെ വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാം അല്ലേ? യെസ്. പിന്നെന്താണ്? മെഷീൻസ് അല്ലേ? മെഷീൻസ് ഉണ്ടല്ലേ, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്നതുണ്ട്, നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസസിന്, ലാബ്സിൽ, അങ്ങനെ ഇഷ്ടം പോലെ മെഷീൻസ് ഉണ്ട് അല്ലേ? പലതരം യൂസിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? അതിനും ഒരു സോർട്ട് ഓഫ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. പിന്നെന്താണ്? മോഷൻ ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ബേർഡ്സിനും ആനിമൽസിനും എന്താണ് മോഷൻ ഉണ്ട് അല്ലേ? ബേർഡ്സ് പറക്കുന്നുണ്ട്, അതൊക്കെ എന്താണ് ഒരു മൂവ്മെന്റ് ആണ്. പിന്നെ ആനിമൽസ് ആയിക്കോട്ടെ, എല്ലാത്തിനും എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന മൂവ്മെന്റ്സ് ആണ്. ദെൻ മോഷൻ ഓഫ് ഡിഫറെൻറ്റ് ടോയ്സ്. യാ, സോ ഡിഫറെൻറ്റ് ടോയ്സ് അല്ലേ? നമുക്കറിയാം നമ്മൾ ഒരു കീ കൊടുത്താൽ എന്താണ് ചില ടോയ്സ് അതിൻ്റെ മൂവ്മെൻറ്റും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇതിന് എന്ത് മനസ്സിലായി? ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ടേക്കിംഗ് പ്ലേസ് അറൗണ്ട് അസ് അല്ലെ? നമുക്ക് ചുറ്റും പല രീതിയിലുള്ള ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ,
ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫോഴ്സ് ആൻഡ് മോഷൻ. ഇപ്പോൾ നമ്മൾ വെഹിക്കിളിനൊക്കെ ചുമ്മാതാണോ ഈ വെഹിക്കിൾ മൂവ് ചെയ്യുന്നത്? അല്ല അല്ലെ. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന് റിസൾട്ട് ആയിട്ടാണ് ചിലതിന് എന്താണ് മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടിംഗ് കോസ്? ഒരു ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട് അല്ലേ. ചിലത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ചിലർ വളരെ സ്ലോ ആയിട്ടുള്ളതുണ്ട്. സോ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കപ്പോൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ 4 ഒരു ഇമേജസ് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഇമേജിൽ എന്താ കാണാൻ പറ്റുന്നത്? നമ്മൾ അതിൻ്റെ ഡെസ്കിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു മാർബിൾ വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഗോലി ഒരു എൻഡിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫിംഗർ വെച്ചിട്ട് അതിനെ സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? അതിന് മൂവ്മെന്റ് സംഭവിക്കുക അല്ലേ. അത് നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് അതിനൊരു ഫോഴ്സ് കിട്ടി, അത് അറ്റൈൻ ചെയ്തത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ഇൻസ്റ്റൻസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു ബോളിന് അല്ലെങ്കിൽ ഒരു മാർബിളിന് നമ്മൾ പതുക്കെ റോൾ ചെയ്യാണ് അല്ലെ, പതുക്കെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ മൂവ്മെന്റ് കുറച്ചാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ബ്ലോക്ക് ചെയ്യും. നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് ഇൻസ്റ്റൻസിൽ എന്താണ്? നമ്മൾ വളരെ കുറച്ച് സ്ലോ ആയിട്ട് നമ്മളൊരു മാർബിളിനെ തട്ടിവിടുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് ഇൻക്ലൈൻ ചെയ്തിട്ട് നമ്മൾ ആ മാർബിളിന്റെ പൊസിഷൻ ഒന്ന് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇമേജിൽ എന്താണ്? നമ്മൾ പതുക്കെ ഒരു മാർബിളിനെ റോൾ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ വേറൊരു മാർബിളിനെ സെയിം ഡയറക്ഷനിൽ കുറച്ചുകൂടി സ്പീഡിൽ നമ്മൾ റോൾ ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുക? മറ്റേ ഫസ്റ്റ് മാർബിളിനെ അവർ തമ്മിലൊരു കൊളീഷൻ, അത് തമ്മിൽ കൊളൈഡ് ചെയ്യും അല്ലേ. ഓക്കെ, when did the marble which was at rest start moving? റെസ്റ്റിലായിരുന്ന മാർബിൾ എങ്ങനെയാണ് മൂവ് ചെയ്തത്? എങ്ങനെയാണ്? when it was struck with the finger അല്ലെ, നമ്മൾ വിരൽ വെച്ച് അതിനെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് റെസ്റ്റിലായിരുന്ന മാർബിൾ മൂവ് ചെയ്തത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു ഫോഴ്സ് കൊടുത്തു അല്ലെ. നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്? അതിനൊരു ഫോഴ്സ് കിട്ടുക ചെയ്ത്. അങ്ങനെയാണ് അത് റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് മോഷൻ എന്നുള്ള ഭാഗത്തോട്ട് കടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when did it come to rest? എങ്ങനെയാണ് അത് റെസ്റ്റിലോട്ട് എത്തിയത്? മൂവ്മെന്റ് എങ്ങനെയാണ് പതിയെ അവസാനിച്ചത്? എങ്ങനെയായിരുന്നു? നമ്മൾ അതിന്റെ മൂവ്മെന്റ് ബ്ലോക്ക് ചെയ്തു അല്ലേ, ബൈ ബ്ലോക്കിംഗ് ഇറ്റ്സ് മോഷൻ. എങ്ങനെയാണ്? നമ്മുടെ കൈ വെച്ചല്ലേ അതിന്റെ പാത്തിന്റെ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, സോ ദെൻ ഇറ്റ് കെയിം ടു റെസ്റ്റ്. ഓക്കെ, ദെൻ when did it change its direction of motion? അതിന്റെ ഡയറക്ഷൻ, മാർബിളിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? നമ്മളൊരു സ്കെയിൽ വെച്ചല്ലേ അതിന്റെ മൂവ്മെന്റിന്റെ പാത്തിൽ ഒന്ന് ഇൻക്ലൈൻ ചെയ്തിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചപ്പോൾ എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ആയി. യെസ്, സോ എന്താണ്? a force was applied. ഒരു ഫോഴ്സ് ആണ്, നമ്മൾ എല്ലായിടത്തും എന്താണ്? ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. how? by placing a scale slightly inclined on its path. okay, then when did the speed of the rolling marble increase? അപ്പം ഒരു മാർബിൾ റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം അതിന്റെ സ്പീഡ് എങ്ങനെയാണ് ഇൻക്രീസ് ആയത്? എങ്ങനെയാണ്? വേറൊരു മാർബിളിനെ കുറച്ചുകൂടി ഒന്ന് ഫോഴ്സിൽ നമ്മൾ പുഷ് ചെയ്തു അല്ലെ, റോൾ ചെയ്തു. അപ്പം എന്താണ്? തമ്മിൽ കൊളൈഡ് ചെയ്യാണ് ഉണ്ടായത് അല്ലേ. സോ എന്താണ്? another piece of marble was rolled in the same direction at a greater speed അല്ലേ. സോ ദെൻ കൊളീഷൻ ആണ്. ഫസ്റ്റ് മാർബിളും സെക്കൻഡ് മാർബിളും തമ്മിൽ കൊളൈഡ് ചെയ്യാണ് ഉണ്ടാവുന്നത്. ഓക്കെ, what change in motion was brought about by applying force in each situation? അപ്പോൾ നമ്മൾ നേരത്തെ ആ ടേബിളിൽ കുറേ സിറ്റുവേഷൻസ് കണ്ടു അല്ലെ, ഒരു 4 സിറ്റുവേഷൻസോളം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ 4 സിറ്റുവേഷൻസിലും ഈ മാർബിളിന് എന്തൊക്കെ ചേഞ്ച് ആണ് സംഭവിക്കുന്നത് ഫോഴ്സ് കൊടുക്കുന്നത് വഴി? നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? the marble piece which was at rest started to move അല്ലേ. അതെന്താണ്? റെസ്റ്റിലായിരുന്ന ഒരു മാർബിളിനെ നമ്മൾ ഫിംഗർ വെച്ച് സ്ട്രൈക്ക് ചെയ്തപ്പോൾ എന്താണ്? അത് മൂവ് ചെയ്ത് തുടങ്ങി അല്ലേ. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒരു ചേഞ്ച്. സെക്കൻഡ് ചേഞ്ച് എന്താണ്? മൂവിങ് ആയിട്ടുള്ള മാർബിൾ റെസ്റ്റിലോട്ട് വന്നു അല്ലേ. നമ്മൾ എന്താണ്? ഹാൻഡ് വെച്ച് ബ്ലോക്ക് ചെയ്തപ്പോൾ എന്താണ്? മൂവിങ് ആയിരുന്ന മാർബിൾ റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് വന്നു. ഓക്കെ, സെക്കൻഡ് മൂവ്മെന്റ് എന്താണ്? സെക്കൻഡ് ചേഞ്ച് എന്താ വന്നത്? ഡയറക്ഷൻ മാറ്റിയല്ലേ നമ്മൾ. ഡയറക്ഷൻ ഓഫ് ദ മാർബിൾ പീസ് ചേഞ്ച്ഡ്. എങ്ങനെയായിരുന്നു? നമ്മളൊരു ഇൻക്ലൈൻഡ് പൊസിഷനിൽ ഒരു സ്കെയിൽ വെച്ചു അല്ലേ. അപ്പം എന്താണ്? മാർബിളിന്റെ മൂവിങ് പാത്തിൽ നിന്ന് അത് മാറി വേറൊരു ഡയറക്ഷൻ എടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചേഞ്ച് എന്താണ്? the speed of motion of the moving marble piece increases. അതായത് നമ്മൾ എന്താണ്? വേറൊരു മാർബിളിനെ കുറച്ചുകൂടി സ്പീഡിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എന്താണ്? ഒരു ഗ്രേറ്റർ സ്പീഡാണ് അല്ലേ. സോ എന്താണ്? കൊളീഷൻ സംഭവിച്ചു. ഓക്കെ, ദെൻ
നമുക്കറിയാം നമ്മൾ ഗെയിംസ് ഒക്കെ കളിക്കും അല്ലേ, ബോളൊക്കെ വെച്ച് ഫുട്ബോൾ കളിക്കും, മാത്രമല്ല നമുക്ക് ബാസ്കറ്റ് ബോൾ, അങ്ങനെ ബോൾ വെച്ച് കളിക്കുന്ന ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്, നമ്മളത് കാണുന്നവരാണ് അല്ലേ. ഓക്കെ, സോ വാട്ട് ആർ ദ പേർപ്പസസ് ഫോർ വിച്ച് പ്ലേയേഴ്സ് അപ്ലൈ ഫോഴ്സ് ഓൺ എ ബോൾ? എന്തിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പ്ലേയേഴ്സ് ബോളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? അതായത് ബോളിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചുമ്മാ അത് അനങ്ങുമോ? ഇല്ല, നമ്മൾ എന്താണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം അല്ലേ, നമ്മൾ കാല് വെച്ച് നന്നായിട്ട് തട്ടണം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് എറിയണം. സോ ഇങ്ങനെയൊക്കെയാണ് ബോളിന് മൂവ്മെൻറ്റ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്ലേയേഴ്സ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ബോളിൽ. സോ എന്തൊക്കെ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും പ്ലേയേഴ്സ് ബോളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്? റെസ്റ്റിലായിരിക്കുന്ന ഒരു ബോളിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തിനാണ്? മോഷനിലായിരിക്കുന്ന, ചലനത്തിലായിരിക്കുന്ന ഒരു ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും റെസ്റ്റിംഗ് പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എന്താണ് നമുക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ദെൻ പിന്നെ എന്താണ്? ഒരു ബോളിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട്, അതിൻ്റെ മോഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടും എന്താണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ദ മോഷൻ ഓഫ് ദ ബോൾ. പിന്നെന്താണ്? സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമല്ല, കുറയ്ക്കാനും നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ബോളിൽ. ഓക്കെ, ദെൻ പിന്നെന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടല്ലേ. ഓക്കെ, സോ ഒരു മൂവ്മെന്റ് ഒരു പാത്തിലൂടെ ആണെങ്കിൽ അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. ദെൻ ഫോഴ്സ് ആൻഡ് മോഷൻ. ഓക്കെ, നമുക്കറിയാം റെസ്റ്റിലായിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് വഴി. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. അത് നമുക്ക് ഇതുവരെ മനസ്സിലായി. ദെൻ അത് മാത്രമല്ല, എന്താണ്? We can also change the state of motion of a body to a state of rest by applying force. നമ്മൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ലേ, ഒരു മോഷനിലായിരിക്കുന്ന ഒരു ബോഡീനെ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ദെൻ we apply force to change the direction of a motion അല്ലേ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടും നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനായിട്ടും നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഫോഴ്സ് മോഷൻ എന്നുള്ളത് എന്താണ്? ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ കുറേ ടൈപ്പ് ഓഫ് മോഷൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ. സോ നമുക്ക് കുറച്ചും കൂടി നോക്കാം. അതായത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഇമേജിൽ കാണാൻ പറ്റുന്നത്? പെൻസില് ഷാർപ്പൻ ചെയ്യുന്നത് കാണാം അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ് ഇമേജിൽ എന്താണ്? ഒരു കോമ്പസ് വെച്ചിട്ട് സർക്കിൾ ഡ്രോ ചെയ്യാണ്. തേർഡ് ഇമേജിൽ എന്താ കാണാൻ പറ്റുന്നത്? ഒരു സ്കെയില് വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് അല്ലേ. ഓക്കെ, then how was the motion of the pencil in each case? അപ്പോൾ ഓരോ കേസിലും പെൻസിലിൻ്റെ മോഷൻ എങ്ങനെയായിരുന്നു? ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. സോ ഫസ്റ്റത്തെ കാര്യത്തിന് എങ്ങനെയാണ്? നമ്മൾ ഷാർപ്നർ എന്താണ്? നമ്മൾ ഷാർപ്നർ പെൻസിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സോ എന്താണ്? ഒരു റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ആണ് ഫസ്റ്റത്തെ കേസിൽ സംഭവിച്ചത്. സെക്കൻഡ് കേസ് എന്താണ്? സർക്കുലർ പാത്തുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതായത് നമ്മൾ എന്താ കോമ്പസ് വെച്ചിട്ട് സർക്കിൾ ഡ്രോ ചെയ്യുമ്പോൾ എന്താണ്? അതൊരു സർക്കുലർ മൂവ്മെൻ്റ് ആണല്ലേ. യെസ്. ദെൻ തേർഡ് കേസിൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ് പെൻസിൽ ഉപയോഗിച്ച് അല്ലേ. അപ്പോൾ അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, ദെൻ observe the following motions, which of them resemble the different motions of the pencil. അപ്പോൾ നമ്മൾ കുറച്ച് മോഷൻസ്, കുറച്ച് ചലനങ്ങൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പെൻസിലിൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് സിമിലർ ആയിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താണ്? ഒരു കുട്ടി ഒരു റോപ്പിനോട് ടൈ ചെയ്തിട്ട് ഒരു സ്റ്റോണിനെ സ്വേൾ ചെയ്യാണ് അല്ലേ, ചുറ്റിക്കുകയാണ്. ഓക്കെ, സോ എന്താണ് ഇത്? എന്തിനെ റിസംബിൾ ചെയ്യുന്നുണ്ട്? ഡ്രോയിങ് ഓഫ് എ സർക്കിൾ വിത്ത് എ പെൻസിൽ ഫിക്സ് ടു എ കോമ്പസ് അല്ലേ. ഇതെന്താണ്? ഒരു കുട്ടി ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്, അതൊരു റോപ്പിനോട് ടൈ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്താണ്? സ്വേൾ ചെയ്യാണല്ലേ. അപ്പോൾ എന്താണ്? ഒരു സർക്കുലർ മോഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പെൻസിൽ ഡ്രോയിങ് ആ സർക്കിൾ വിത്ത് എ കോമ്പസ്. ഓക്കെ, അതിനോട് സിമിലർ ആണ്. യെസ്. ദെൻ നെക്സ്റ്റ് എന്താണ്? എ റൊട്ടേറ്റിംഗ് ടോപ്പ് അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? പെൻസിലിൻ്റെ മോഷൻ അല്ലേ. അതായത് നമ്മൾ ഷാർപ്നർ വെച്ചിട്ട് പെൻസിൽ ഷാർപ്പൻ ചെയ്യുമ്പോഴുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എന്ത്? ഈ റൊട്ടേറ്റിംഗ് ടോപ്പിനുണ്ടാവുന്ന മൂവ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് റൈപ്പ് മാംഗോ ഫോളിംഗ് ഡൗൺ. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് ഒരു പഴുത്ത മാങ്ങ താഴേക്ക് വീഴുകയാണ്. സോ എങ്ങനെയാണ്? അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും അല്ലേ. അത് സിക്സാഗ് ആയിട്ട് പോകുന്നുണ്ടോ? സർക്കുലർ ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ല, അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രൗണ്ടിൽ വന്ന് പതിക്കും അല്ലേ. സോ എന്താണ്? നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട്
പെൻസിൽ കൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത്? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മോഷൻ ആണ് ഒരു റൈപ്പ് മാംഗോ ട്രീയിൽ നിന്ന് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കാറിന്റെയും ബൈക്സിന്റെയും ഒക്കെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ അതെന്തായിരിക്കും? ഇറ്റ് റിസെമ്പിൾസ് ദ ഷാർപ്പനിങ് ഓഫ് എ പെൻസിൽ യൂസിങ് എ ഷാർപ്പനർ. ഓക്കെ, ഒരു ഷാർപ്പനർ വെച്ചിട്ട് നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്യുന്ന ഒരു സോർട്ട് ഓഫ് മൂവ്മെന്റ് തന്നെയാണ് ഈ വെഹിക്കിൾസിന് ടയേഴ്സിനും ഉള്ളത്. ഓക്കെ, യെസ്. ദെൻ പിന്നെന്താണ്? ലിഫ്റ്റ് ഗോയിങ് അപ്പ്. നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറുന്ന ആൾക്കാരാണ് അല്ലേ? സോ ലിഫ്റ്റ് എന്തിനാണ്? നമുക്ക് താഴേക്കും മേലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? സോ അതെന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തിലൂടെയാണ് ഈ മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഡ്രോയിങ് എ സ്ട്രെയിറ്റ് ലൈന് സിമിലർ ആയിരിക്കും അല്ലേ? ഒരു പെൻസിലും സ്കെയിലും വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് സിമിലർ ആയിരിക്കും എന്ത്? ലിഫ്റ്റ് താഴേക്കും മേലേക്കും പോകുന്നത്. പിന്നത്തെ ഇൻസ്റ്റൻസ് എന്താണ്? ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ കൂടെ എന്താണ്? ഒരു ടോയ് ട്രെയിൻ മൂവ് ചെയ്യാണ് അല്ലേ? സോ അതെന്താണ്? ഡ്രോയിങ് എ സർക്കിൾ അല്ലേ? കോമ്പസും പെൻസിലും ഉപയോഗിച്ച് ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്നതിന് സിമിലർ ആണ് ഒരു ടോയ് ട്രെയിൻ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതുവരെ ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പെൻസിലിൻ്റെ പലതരം മൂവ്മെൻറ്റ്സ്, അതായത് നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് കോമ്പസ് വെച്ചിട്ട്. പിന്നെന്താണ്? പെൻസിൽ ഷാർപ്പൺ ചെയ്യാനായിട്ട് ഷാർപ്പനർ ഉപയോഗിച്ചിട്ട് നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു സോർട്ട് ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് പാത്ത് വേയിലുള്ള ഒരു മോഷൻ, അതായത് പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോഴുള്ള. സോ ഇത്തരം ഈ 3 രീതിയിലുള്ള വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷാർപ്പനറും പെൻസിലും ഉപയോഗിച്ചിട്ടുള്ള മൂവ്മെന്റിനെ റിസംബിൾ ചെയ്യുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്താണ്? റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്. ഒരു ടോപ്പിന്റെ റൊട്ടേഷൻ. അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നമ്മൾ ഷാർപ്പനർ ഉപയോഗിച്ചിട്ട് പെൻസിൽ ഷാർപ്പൺ ചെയ്യുന്നതിന് സിമിലർ ആണല്ലേ? ഒരു റൊട്ടേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇമാജിനറി ആക്സിസിലുള്ള എർത്തിന്റെ റൊട്ടേഷൻ. അതെന്താണ്? നമ്മൾ പെൻസിൽ ഷാർപ്പൺ ചെയ്യാനായിട്ട് ഷാർപ്പനർ ഉപയോഗിക്കുന്നതിന് റിസംബിൾ ചെയ്യുന്നുണ്ട്. ദെൻ റൊട്ടേഷൻ ഓഫ് എ ഫാനിൻ്റെ റൊട്ടേഷൻ എന്താണ്? അതിന് സിമിലർ ആണ്. പിന്നെന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വെഹിക്കിൾസിൻ്റെ വീൽസിൻ്റെ റൊട്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ്? കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ടൊരു സർക്കിൾ ഡ്രോ ചെയ്യാണ്. ഓക്കെ, സോ അതിനെ റിസംബിൾ ചെയ്യുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്ന സ്വേർലിംഗ് എ സ്റ്റോൺ ടൈ ടു എ റോപ്പ്. ഒരു കുട്ടി ഒരു റോപ്പും സ്റ്റോൺ ഉപയോഗിച്ചിട്ട് സ്വേൾ ചെയ്യുന്ന ഇമേജ് കണ്ടു അല്ലേ? സോ അത് ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെന്താണ്? സണ്ണിന് ചുറ്റുമുള്ള എർത്തിൻ്റെ റെവല്യൂഷൻ. ആ ഒരു മോഷൻ എന്താണ്? നമ്മൾ കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ടൊരു സർക്കിൾ ഡ്രോ ചെയ്യുന്നതിന് സിമിലർ ആണ്. ദെൻ എന്താണ്? ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ? ഒരു ടോയ് ട്രെയിൻ സർക്കുലർ പാത്തിൽ കൂടെ റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത് അല്ലേ? ഒരു പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒരു പഴുത്ത മാങ്ങ ഒരു മരത്തിൽ നിന്ന് ഫോൾ ചെയ്യുന്നത് അല്ലേ? ദെൻ എന്താണ്? ലിഫ്റ്റിന്റെ മോഷൻ അല്ലേ? അപ്വേർഡ്സും ഡൗൺവേർഡ്സും ആയിട്ടുള്ള ഒരു ലിഫ്റ്റിന്റെ മോഷനും എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിന് എക്സാമ്പിൾ ആണ്. പിന്നെന്താണ്? ഫ്ലോയിങ് ഓഫ് വാട്ടർ. അതെ അല്ലേ? നമ്മളൊരു ടാപ്പ് തുറന്നാൽ എന്താണ്? താഴത്തെ വെസലിലോട്ട് വാട്ടർ നേരെ തന്നെ ഫ്ലോ ചെയ്യും അല്ലേ? ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിന്, ഒരു പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ എക്സാമ്പിൾസ്. അപ്പം നമ്മൾ നേരത്തെ 3 തരം പെൻസിലിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിയല്ലേ? ഓക്കെ, സോ അപ്പോൾ ഈ 3നുള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് അതായത് പെൻസിൽ വെച്ചിട്ട് ഷാർപ്പനറും പെൻസിലും ഉപയോഗിച്ച് നമ്മൾ ഷാർപ്പൺ ചെയ്യുന്നത്. സോ അതെന്താണ്? ഒരു ഫിക്സഡ് ആക്സിസ് അല്ലെ? ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു ആക്സിസിൽ നമ്മൾ നടത്തുന്ന ഒരു മൂവ്മെന്റ് ആണ്. സെക്കൻഡ് വൺ അതെന്താണ്? അത് നമ്മളൊരു കോമ്പസും സ്കെയിലും ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാണ്. അതായത് ഒരു സർക്കുലർ പാത്തിലുള്ള ഒരു മോഷനാണ്. ദെൻ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് എന്താണ്? നമ്മളൊരു പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യാണ് അല്ലെ? സോ അതെന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനാണ്. ഓക്കെ, ദെൻ ഹൗ ഡു ഗ്രൂപ്പ്സ് 1 and 2 ഡിഫർ? ഗ്രൂപ്പ് 1 എന്താണ്? നമ്മൾ ഒരു ഷാർപ്പനറും പെൻസിലും ഉപയോഗിച്ചിട്ട് പെൻസിൽ ഷാർപ്പൺ ചെയ്യാണല്ലേ? ഓക്കെ, അതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 2 എന്താണ്? നമ്മളൊരു കോമ്പസും പെൻസിലും ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റത്തിൽ എന്താണ്? ഒരു ആക്സിസിൽ വെച്ചിട്ട് ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ആക്സിസിലുള്ള ഒരു റൊട്ടേഷൻ ആണ് അല്ലേ? ഓക്കെ, ദെൻ സെക്കൻഡിൽ എന്താണ്?
അത് സർക്കംഫറൻസ്, ഒരു സർക്കിളിന്റെ ചുറ്റളവിലുള്ള ഒരു ചലനമാണ്, ഒരു മോഷനാണ് നമുക്ക് ഗ്രൂപ്പ് 2-ൽ കാണാൻ പറ്റുന്നത്. ദെൻ എന്താണ് ലീനിയർ മോഷൻ? എന്താണ് ഒരു ലീനിയർ മോഷൻ? ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. ഓക്കെ, സോ എന്താണ്? ദ മോഷൻ ഓഫ് ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് കോൾഡ് ലീനിയർ മോഷൻ. അതായത് എന്താണ്? ഒരു മാവിൽ നിന്ന് ഒരു പഴുത്ത മാങ്ങ വീഴുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. ഓക്കെ, അതെന്താണ്? ഒരു ലീനിയർ മോഷൻ ആണ്. നെക്സ്റ്റ് എന്താണ് റൊട്ടേഷൻ? ആക്സിസിൽ, സ്വന്തം ആക്സിസിലുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത്? റൊട്ടേഷൻ. ഓക്കെ, ദെൻ എന്താണ് സർക്കുലർ മോഷൻ? ഒരു സർക്കുലർ പാത്തിലുള്ള മൂവ്മെന്റ് ആണ് സർക്കുലർ മോഷൻ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ സർക്കുലർ മോഷൻ നോക്കി, ലീനിയർ മോഷൻ നോക്കി, ദെൻ റൊട്ടേഷൻ അറിഞ്ഞു. സോ നമ്മൾ പിന്നെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസും നമ്മുടെ ചുറ്റിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിന് പുറമെ ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ട്. അതായത് ഒരു മീൻ പൊസിഷനിൽ നിന്നും ഉള്ള ഇത് രണ്ട് സൈഡിലോട്ടും ഉള്ള ഒരു മൂവ്മെന്റ് ആണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ദെൻ മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ക്ലോക്കിലെ പെൻഡുലം. ഓക്കെ, അത്തരം ക്ലോക്കിന് എന്താണ്? ഒരു മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടല്ലേ. ഓക്കെ, ദെൻ മോഷൻ ഓഫ് എ സ്വിങ്. ഒരു ഊഞ്ഞാലിന്റെ മോഷൻ എങ്ങനെയാണ്? ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലോട്ടും ഒരു സ്വിങ് മൂവ് ചെയ്യും. ദെൻ പിന്നെന്താണ്? ഹാങ്ങിങ് ലാമ്പ് അല്ലെ. സോ ഹാങ്ങിങ് ലാമ്പാണ് നമുക്ക് ഇമേജിൽ കാണാൻ പറ്റുന്നത്. സോ ഇതിനെന്താണ്? ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് സൈഡ് വൈസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ലീനിയർ മോഷനും റൊട്ടേറ്ററി മോഷനും ഒക്കെ ഡിസ്കസ് ചെയ്താണ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യാ. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ സ്വിങ്ങിന്റെ ആയിക്കോട്ടെ, പെൻഡുലം ക്ലോക്കിന്റെ ആയിക്കോട്ടെ, ഈ ലാമ്പുകളുടെ ഒക്കെ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ മൂവ്മെന്റിന്റെ പെക്യുലാരിറ്റി, സ്പെഷ്യാലിറ്റി എന്താണ്? ഇതൊക്കെ എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷൻസ് ആണ് അല്ലേ. ഒരു ഫിക്സഡ് പോയിന്റ് ഉണ്ടാവും, അതിൽ നിന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷൻസ് ആണ് ഇവയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ മോഷന് നമ്മൾ എന്താ പറയുന്നത്? ഇതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ കുട്ടിയുടെ സംശയമാണ്, നമ്മുടെ വെഹിക്കിൾസിലൊക്കെ കാണാൻ പറ്റുന്ന വൈപ്പർ അല്ലേ, വൈപ്പറിന്റെ മോഷൻസ് ഓസിലേറ്ററി മൂവ്മെന്റ് ആണോ? അതെ, ആണല്ലേ. ഓക്കെ, യെസ്. സോ എന്താണ് വൈപ്പറിന്റെ മൂവ്മെന്റ് ഒരു ഓസിലേറ്ററി മൂവ്മെന്റ് ആവാനുള്ള റീസൺ എന്താണ്? ഒരു മീൻ പൊസിഷനിൽ നിന്നുള്ള മൂവ്മെന്റ് ആണ് അല്ലെ. ഒരു മീൻ പൊസിഷൻ ഉണ്ട്, അതിൽ നിന്നാണ് വൈപ്പർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഡസ് ഇറ്റ് മൂവ് ടു ബോത്ത് സൈഡ്സ്? Yes, the motion of the viper is towards both sides. രണ്ട് സൈഡിലോട്ട് എന്താണ്? വൈപ്പറിന്റെ മൂവ്മെന്റ് ഉണ്ട്. Is the motion of the viper of vehicles and oscillation? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, ഒരു വൈപ്പർ, വെഹിക്കിൾസിന്റെ വൈപ്പറിന്റെ മൂവ്മെന്റ് നമ്മൾ എന്ത് പറഞ്ഞു? അത് ഓസിലേഷൻ ആണ്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം അതെങ്ങനെയാണ് ഒരു ഓസിലേറ്ററി മൂവ്മെന്റ് ആവുന്നതെന്ന്. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് റീസൺ? എന്താണ്? ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ബോത്ത് ദ സൈഡ്സ്. രണ്ട് സൈഡിലോട്ട് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടല്ലേ. പിന്നെന്താണ്? ഈ ടു ആൻഡ് ഫ്രോ മോഷൻ എങ്ങനെ നടക്കുന്നത്? ഒരു മെയിൻ പൊസിഷനിൽ നിന്നാണ് ഇതിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. പിന്നെന്താണ്? സോ അതുകൊണ്ട് തന്നെ എന്താണ്? വൈപ്പറിന്റെ മൂവ്മെന്റ് എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ഓസിലേഷൻ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ഓഫ് മോഷൻസ് പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മോഷനാണ് വൈബ്രേറ്ററി മോഷൻ. ഓക്കെ, സോ എന്താണ് വൈബ്രേഷൻസ്? ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻസ്. ഓക്കെ, ഫാസ്റ്റ് ഓസിലേഷൻസിനാണ് നമ്മൾ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താണ് വൈബ്രേഷൻ എന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റത്തെ, ബീറ്റ് വൺ ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് വിത്ത് എ റബ്ബർ ഹാമർ. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ ഒരു ഇമേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മളൊരു റബ്ബർ ഹാമർ ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ട് ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ പോർഷൻ നമ്മൾ ഒരു റബ്ബർ ഹാമർ വെച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്യാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു മോഷൻ എന്താണ്? അതൊരു വൈബ്രേറ്ററി മോഷനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ടാപ്പ് ഓൺ എ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് യൂസിങ് എ ഫിംഗർ. സോ ഇവിടെ നമ്മളൊരു സ്ട്രെച്ച് ചെയ്തിട്ടുള്ളൊരു റബ്ബർ ബാൻഡിൻ്റെ ഇമേജ് കാണാം അല്ലേ. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതൊരു വൈബ്രേറ്ററി മോഷനാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്ലേസ് എ മെറ്റൽ സ്കെയിൽ. ഒരു മെറ്റൽ സ്കെയിൽ ഒരു ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എൻഡ് ടേബിളിന് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എൻഡിൽ എന്താണ്? നമ്മൾ അതൊരു നെക്സ്റ്റ് എൻഡ് ഒരു എൻഡ് നമ്മൾ എന്താണ്? ടേബിളിന് പുറത്തും, നെക്സ്റ്റ് എൻഡ് എന്താണ്? നമ്മൾ നമ്മുടെ ഹാൻഡ് വെച്ചിട്ട് ടേബിളിൽ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ പുറത്ത് നിൽക്കുന്ന ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് സ്ലൈഡ് ചെയ്യാണ്. ഓക്കെ, ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു വൈബ്രേറ്ററി മോഷൻ നമുക്ക് നമ്മുടെ ഹാൻഡിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗ്രേറ്റർ സ്പീഡിൽ നടക്കുന്ന മോഷൻസ് ആണല്ലേ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മോഷൻ ഓഫ് ദ ഒബ്ജെക്ട്സ് അറ്റ് എ ഗ്രേറ്റർ സ്പീഡ് അല്ലേ, അതാണ് എന്ത്? വൈബ്രേഷൻസ്. ഓക്കെ, ദെൻ സോ നമുക്ക് വൈബ്രേഷൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, സോ അതിന് നമ്മൾ ഒരു ബ്ലോ പൈപ്പാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? 1 inch ഡയാമീറ്റർ ഉള്ള ഒരു 10 centimeter ലോങ് പൈപ്പ് എടുക്കുന്നുണ്ട്, ദെൻ ഒരു ബലൂൺ, ദെൻ ഒരു എംപ്റ്റി കേസ് ഓഫ് എ പെൻ, ഒരു റബ്ബർ ബാൻഡ്, ദെൻ 2 centimeter ഉള്ള ലോങ് ത്രെഡ് ആൻഡ് എ സെല്ലോ ടേപ്പ്. സോ ഇത്തരം മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. സോ എന്താണ് ഈ മെത്തേഡ് നോക്കാം. സോ നമ്മൾ ഒരു ബലൂണിൻ്റെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു എൻഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പൈപ്പ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത എൻഡിൽ നമ്മൾ എംപ്റ്റി കേസ് ഓഫ് പെൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിതൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ടൈ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പൈപ്പിനെ നമ്മൾ വേർട്ടിക്കലി ഹോൾഡ് ചെയ്യും. പിന്നെന്താണ്? നമ്മൾ ഈ എംപ്റ്റി പെന്നിനെ ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഈ ബലൂൺ എന്താണ്? ഒരു സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള പോർഷൻ്റെ മിഡിൽ റീജിയനിൽ നമ്മൾ ഒരു ത്രെഡ് ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മിഡിൽ പോർഷനിൽ ത്രെഡിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് എന്താണ്? നമ്മുടെ ബ്ലോ പൈപ്പ് യൂസിന് റെഡി ആയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ആൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ത്രെഡിൻ്റെ ഫ്രീ എൻഡിനെ പുൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പെന്നിൻ്റെ കേസ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, സോ അത് നമ്മൾ പുൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതുവഴി നമ്മൾ ബ്ലോ ചെയ്യാണ്. ഓക്കെ, വിൽ ബ്ലോ ത്രൂ ഇറ്റ്. സോ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു എന്താ കേൾക്കാൻ പറ്റുന്നത്? ഒരു വൈബ്രേറ്ററി മോഷൻ ആണ് അല്ലേ. അതായത് നമുക്ക് എന്താണ്? ഒരു എലിഫന്റിന്റെ ട്രംപറ്റ്. ഓക്കെ, അതുപോലത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് ദ ത്രെഡ് ആസ് വെൽ. നമ്മൾ ത്രെഡിന്റെ മൂവ്മെന്റും ഒബ്സർവ് ചെയ്യണം. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് ഇറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ ഇതെന്താണ്? ഇതൊരു വൈബ്രേറ്ററി മോഷൻ ആയിരിക്കും അല്ലേ. ഓക്കെ, ദ വൈബ്രേഷൻസ് ഓഫ് ദ സ്ട്രെച്ച്ഡ് ബലൂൺ ആൻഡ് ദ ത്രെഡ് ക്യാൻ ബി സീൻ ക്ലിയർലി ഫ്രം ദിസ് എക്സ്പെരിമെന്റ്. സോ എന്താണ്? നമുക്ക് ഈ ത്രെഡിൻ്റെയും സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ബലൂണിൻ്റെയും വൈബ്രേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ എക്സ്പെരിമെന്റ് വഴി നമുക്ക് ഫീൽ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ മോഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പലരുടെയും വീട്ടിൽ ടൈലറിങ് മെഷീൻ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറേ ടൈലേഴ്സ് എന്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്, സ്യൂ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ സ്യൂവിങ് മെഷീനിൻ്റെ മോഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് ഈ സ്യൂവിങ് മെഷീന് കുറേ ടൈപ്പ് ഓഫ് മോഷൻസ് വരുന്നുണ്ട്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ റൊട്ടേഷൻ. എങ്ങനെയാണ് റൊട്ടേറ്ററി മോഷൻ സംഭവിക്കുന്നത്? നമുക്ക് ഈ ടൈലറിങ് മെഷീനിന് വീൽസ് ഉണ്ടല്ലേ. ഓക്കെ, സോ അപ്പോൾ ഈ വീൽസ് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. സോ മോഷൻ ഓഫ് ദ വീൽ എന്താണ്? അത് റൊട്ടേറ്ററി മോഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? ഇതിന് സ്ട്രിങ്സ് ഉണ്ട് അല്ലേ. സ്ട്രിങ്സ് അതെങ്ങനെയാണ്? സർക്കുലർ മോഷൻ ആണ് സ്ട്രിങ്സിനുള്ളത്. ഓക്കെ, പിന്നെന്താണ്? നീഡിൽ. ഓക്കെ, നീഡിൽ ഉണ്ടല്ലേ. സോ അതെങ്ങനെയായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ. ആ നീഡിൽ എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ആയിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ കാണാം അല്ലേ. സോ നമുക്കിവിടെ ഒരു ഫസ്റ്റത്തെ കോളത്തിൽ എന്താ കാണാൻ പറ്റുന്നത്? കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് കുറേ ബോഡീസ്, അതിൻ്റെ മോഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ടൈപ്പ് ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ ഈ ബോഡീസിൻ്റെ മോഷൻ എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഓഫ് മോഷനാണ് നമ്മൾക്ക് നോക്കണം. പിന്നെ ഇതിൻ്റെ യൂസ് എന്താണ്, എന്തൊക്കെയാണ്? ഇപ്പോൾ സൗണ്ട് ആണോ അതോ ഏതൊക്കെ രീതിയിലുള്ള യൂസാണ് ഈ ടൈപ്പ് ഓഫ് മോഷൻസ് വഴി ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ തേർഡ് കോളത്തിൽ ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോഡി നോക്കാം. എന്താണ് ഫസ്റ്റ് ബോഡി? ദ മെംബ്രെയിൻ ഓഫ് എ ചെണ്ട, അതായത് ഡ്രം ഹെഡിലെ മെംബ്രെയിൻ അല്ലേ. സോ നമ്മൾ ഈ എന്താണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു മെംബ്രെയിൻ റീജിയൻ്റെ മോഷനാണ്. ഓക്കെ, സോ അതെന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആയിരിക്കും? അത് ഓസിലേഷൻ ആണ്. ഓക്കെ, സോ അതിൻ്റെ യൂസ് എന്താണ്? നമ്മൾ ഡ്രം അല്ലെങ്കിൽ ചെണ്ട ഉപയോഗിച്ച് നമുക്ക് സൗണ്ട് ആണല്ലേ, സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ്? റൊട്ടേറ്റിംഗ് ചെയർ. നമ്മൾ റൊട്ടേറ്റിംഗ് ചെയറിലൊക്കെ ഇരുന്നിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ടൈപ്പ് ഓഫ് മോഷൻ എന്താണ്? നമുക്കറിയാം, അത് റൊട്ടേഷൻ ആണല്ലേ. ഒരു ആക്സിസിലുള്ള റൊട്ടേഷനാണ് റൊട്ടേറ്റിംഗ് ചെയറിനുള്ളത്. സോ അതിൻ്റെ യൂസ് എന്തായിരിക്കും? എല്ലാ ഡിറക്ഷനിലും ടേൺ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഒരു ക്ലോക്കിൻ്റെ ഹാൻഡിൻ്റെ ടിപ്പ് അല്ലേ. ടിപ്പ് ഓഫ് എ ക്ലോക്ക്സ് ഹാൻഡ്, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്. സോ അതെന്ത് മൂവ്മെൻ്റ് ആയിരിക്കും? ഒരു ക്ലോക്കാണ്. അപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, അതൊരു സർക്കുലർ മോഷൻ ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ യൂസ് എന്താണ്? ക്ലോക്ക് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടൈം അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ഇറ്റ് ഷോസ് ദ ടൈം.
നെക്സ്റ്റ് ബോഡി എന്താണ്? ദ സ്മോളർ വീൽ ഓഫ് എ സ്യൂവിങ് മെഷീൻ. അതായത് ഒരു സ്യൂവിങ് മെഷീനിൻ്റെ സ്മോളർ വീലിൻ്റെ മൂവ്മെൻറ്റ് അതെന്താണ്? റൊട്ടേഷൻ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ, സോ അതിൻ്റെ യൂസ് എന്തായിരിക്കും? സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നീഡിലിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്യൂവിങ് മെഷീൻ്റെ സ്മോളർ വീൽ റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലിഫ്റ്റ് അല്ലേ? ഓക്കെ, ലിഫ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ലിഫ്റ്റ് എന്താണ്? ലീനിയർ മോഷൻ ആണ് അല്ലേ? ഒരു അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയുള്ള ഒരു ലീനിയർ മോഷൻ ആണ് ലിഫ്റ്റിനുള്ളത്. ഓക്കെ, സോ എന്താണ് അതിൻ്റെ യൂസ്? ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ? മൾട്ടി ഫ്ലോർസ്, ഇഷ്ടം പോലെ ഫ്ലോർസ് ഉണ്ടാവുമ്പോൾ എന്താണ്? ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിനാണ് ഈ ലിഫ്റ്റിൻ്റെ ലീനിയർ മോഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? സ്വിങ് അല്ലെ? ഒരു ഊഞ്ഞാൽ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? സോ അതിൻ്റെ ടൈപ്പ് ഓഫ് മോഷൻ എന്താണ്? ഓസിലേഷൻ ആണ്. അതായത് ഒരു മെയിൻ പൊസിഷനിൽ നിന്നുള്ള സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് സ്വിങ്ങിൽ കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെ യൂസ് എന്താണ്? അതൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലേ? ഓക്കെ, നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ നമുക്കുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ദ സ്ട്രിങ് ഓഫ് എ വീണ. ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ? സോ ഇതിൻ്റെ വീണയുടെ സ്ട്രിങ്ങിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണ്? വൈബ്രേഷൻ ആണ്. നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവും. സോ എന്താണ് ഈ വീണയുടെ യൂസ്? എന്തായിരിക്കും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് ദ വീൽസ് ഓഫ് എ ഫ്ലോർ മിൽ. ഒരു ഫ്ലോർ മില്ലിൻ്റെ വീൽസിൻ്റെ യൂസ്, അതിൻ്റെ ടൈപ്പ് ഓഫ് മോഷൻ എന്തായിരിക്കും? റൊട്ടേഷൻ ആണ്. ഓക്കെ, വീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ല, റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, ഇതിന് അതിൻ്റെ യൂസ് എന്താണ്? ഗ്രൈൻഡിങ് വീൽസിനെ, അതായത് ഗ്രൈൻഡ് ചെയ്യാൻ, പൊടിച്ചെടുക്കാനുള്ള വീൽസിൻ്റെ റൊട്ടേഷന് വേണ്ടിയിട്ടാണ് ഒരു ഫ്ലോർ മില്ലിൻ്റെ വീൽസിൻ്റെ റൊട്ടേറ്ററി മോഷൻ ഹെൽപ്ഫുൾ ആവുന്നത്. നമ്മൾ നേരത്തെ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ, സോ ആ ടേബിളിൽ നമുക്ക് എന്ത് ഇൻഫറൻസ് ആണ് കിട്ടിയത്? നമുക്ക് എന്താണ് മനസ്സിലായത്? അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന മെഷീൻസ് അല്ലെ, ഇഷ്ടംപോലെ മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ടേബിളിൽ കുറേ മെഷീൻസും കുറേ ഡിവൈസസും പരിചയപ്പെട്ടു. അപ്പോൾ ഇതിനൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമുക്കൊരു ടോയ് ഫാൻ ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വർക്കിങ്ങും അതിലുണ്ടാവുന്ന ഫോഴ്സസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഒരു സ്മോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, ദെൻ ഒരു കോക്കനട്ട് ട്രീ ലീഫിൻ്റെ റിബ്, അതായത് നമ്മുടെ ഈർക്കിലി, ഓക്കെ, അത് വേണം, ദെൻ ത്രെഡ് വേണം, പിന്നെ കാർഡ്ബോർഡ് പീസ് ആൻഡ് എ ബീഡ് ആൻഡ് ഗ്ലൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാം, എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിൽ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബോട്ടം ഭാഗത്തും സൈഡ്സിലൊക്കെ നമ്മളൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ ഹോൾസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതുപോലെ നമ്മൾ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാണ് ബോട്ടിൽ. ഓക്കെ, എന്നിട്ട് കാർഡ്ബോർഡ്, നമ്മൾ നേരത്തെ മെറ്റീരിയൽസിൽ കാർഡ്ബോർഡ് വേണമെന്ന് പറഞ്ഞല്ലേ? സോ നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ ഈ ഫാനിൻ്റെ ലീവ്സ് ഉണ്ടല്ലോ, സോ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിബിൻ്റെ ടോപ്പിൽ, അതായത് നമ്മുടെ ഈർക്കിലിയുടെ ടോപ്പിൽ നമ്മൾ ബീഡ് ഉണ്ടല്ലോ അത് ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലീവ്സ് ക്രിയേറ്റ് ചെയ്തു അല്ലേ കാർഡ്ബോർഡ് വെച്ചിട്ട് ഫാനിൻ്റെ, എന്നിട്ട് നമ്മളിത് ബീഡിൽ ഫിക്സ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? നമ്മൾ റിബിൽ ബീഡ് വെച്ചു, ദെൻ അതിൻ്റെ മേലെ നമ്മൾ ഈ ലീവ്സ് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ റിബിൻ്റെ മിഡിൽ പോർഷനിൽ ത്രെഡ് വെച്ച് ടൈ ചെയ്യാണ്. ഓക്കെ, ടൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിബ് ഇവിടെയാണ് നമ്മൾ ടൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിബ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ബോട്ടത്തിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമുക്ക് റിബ് ഫ്രീ ആയിട്ട് നമുക്കിവിടെ മൂവ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കും. ദെൻ നമ്മൾ ഫ്രീ എൻഡ്, ഈ ത്രെഡിൻ്റെ ഫ്രീ എൻഡ് ഉണ്ടല്ലോ അത് നമ്മൾ പുള്ള് ചെയ്തിട്ട്, അതായത് ബോട്ടിലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പുള്ള് ചെയ്യും. എന്നിട്ട് അനദർ പീസ് ഓഫ് റിബ് വെച്ചിട്ട് നമ്മൾ അതിനെ ടൈ ചെയ്യും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫാനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ റിബിനെ കംപ്ലീറ്റ്ലി അത് വൈൻഡ് ആവുന്ന വരെ നമ്മളത് ടേൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫ്രീ എൻഡിനെ നമ്മൾ പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ്, ഒരു മോഷൻ നമുക്ക് കാണാം അല്ലേ? ഓക്കെ, ഹൗ ഡിഡ് ദ മോഷൻ ഓഫ് ദ ത്രെഡ് പാസ് ടു ദ ലീഫ് ഓഫ് ദ ഫാൻ? എങ്ങനെയാണ് ത്രെഡിൽ നിന്ന് ഫാനിൻ്റെ ലീഫിലോട്ട് ഈ മോഷൻ പാസ്സായത്? എങ്ങനെയാണ്? The force applied on the thread makes the rib to rotate. അതായത് എന്താണ്? ത്രെഡിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് അല്ലേ? നമ്മൾ ത്രെഡ് പിടിച്ചിട്ടൊന്ന് പുള്ള് ചെയ്യുന്നുണ്ടല്ലേ? സോ ആ ഫോഴ്സ് ആണ് പാസ് ചെയ്യുന്നത് അല്ലേ? റിബിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇനേബിൾ ചെയ്യുന്നത് ആ ഒരു ഫോഴ്സ് ആണ്. Thus the leaves begin to rotate along with the rib. അപ്പോൾ എങ്ങനെയാണ്? റിബിനോടൊപ്പം ലീവ്സും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, then what are the devices you have seen
in which the force applied on one part is transferred to another part and used for motion. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കുറേ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ അതിൻ്റെ ഒരു പാർട്ടിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അനദർ പാർട്ടിലോട്ട് ആ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആവാണ്. സോ അങ്ങനത്തെ ഏതൊക്കെ ഡിവൈസസ് ആണ് നമുക്ക് അറിയുന്നുണ്ടാവുക ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? സൈക്കിൾ അല്ലേ, സൈക്കിൾ വരുന്നുണ്ട്, ദെൻ സ്വിംഗ് മെഷീൻ, ഫ്ലോർ മിൽ, ഇതൊക്കെയാണ് അത്തരം കുറച്ച് ഡിവൈസസ്. ദെൻ വാട്ട് ആർ ദ അറേഞ്ച്മെന്റ്സ് മെയ്ഡ് ഇൻ സച്ച് ഡിവൈസസ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവൈസസിൽ, അതായത് ഒരു പാർട്ടിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് നെക്സ്റ്റ് പാർട്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ അത്തരം ഡിവൈസസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം പോസിബിൾ ആവാനായിട്ട്? സൈക്കിളിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? സൈക്കിളിന് ചെയിൻസ് ഉണ്ടല്ലേ? ഓക്കെ, സോ ഈ ചെയിൻസ് വഴിയാണ് ഈ ഫോഴ്സ് ട്രാൻസ്ഫറിങ്ങും മൂവ്മെന്റും ഒക്കെ പോസിബിൾ ആവുന്നത്. നെക്സ്റ്റ് സ്വിംഗ് മെഷീൻ. സ്വിംഗ് മെഷീനിൽ എങ്ങനെയാണ്? ഒരു നാരോ ബെൽറ്റ് ആണ്, കുറച്ചൊരു നേരത്തെ ഒരു നാരോ ആയിട്ടുള്ളൊരു ബെൽറ്റ് ആണ് ഉള്ളത്. ദെൻ ഫ്ലോർ മില്ല് എങ്ങനെയാണ്? ഫ്ലോർ മില്ല് ബ്രോഡ് ബെൽറ്റ് ആണ്. ഓക്കെ, കുറച്ചുകൂടി വീതിയുള്ള ബ്രോഡ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് നമുക്ക് ഫ്ലോർ മില്ല് കാണാൻ പറ്റുന്നത്. ദെൻ where do we apply force while cycling? നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ് എവിടെ കൊടുക്കുന്നത്? പെഡലിലാണല്ലേ. we apply force on the pedal. സോ അങ്ങനെയാണ് ചെയിൻസ് ഒക്കെ വഴി മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. Then how does this force reach the wheel? അപ്പോൾ നമ്മൾ പെഡലിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എങ്ങനെയാണ് അത് വീലിലോട്ട് എത്തുന്നത് നമുക്ക് നോക്കാം. When we apply the force on the pedal, this makes the tooth wheel fixed with the pedal to rotate. അപ്പോൾ എന്താണ്? പെഡലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവുന്നത്? ടൂത്ത് വീൽ അല്ലേ, ടൂത്ത് വീലിനെ ഈ പെഡലിൽ റൊട്ടേഷൻ വഴി ടൂത്ത് വീലിനെ ഇനേബിൾ ചെയ്യാണ് അല്ലേ, ഫോഴ്സ് ടൂത്ത് വീലിലോട്ട് എത്താണല്ലേ റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. യെസ്, this force is transferred to the wheel through the chain connected between the tooth wheels and the back wheel of the cycle. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫോഴ്സ് ട്രാൻസ്ഫേർഡ് ആവുന്നതാണ് അല്ലേ വീലിലോട്ട്. എങ്ങനെ? ചെയിൻ വഴി. നമുക്ക് ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ. സോ ഈ ചെയിൻ വഴി, അതായത് ബിറ്റ്വീൻ ദ ടൂത്ത് വീൽസ് ആൻഡ് ദ ബാക്ക് വീൽസ്. അപ്പോൾ ടൂത്ത് വീലിൻ്റെയും ബാക്ക് വീലിൻ്റെയും ഇടയിലുള്ള ചെയിൻസ് വഴിയാണ് മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്. ഓക്കെ, then which part is set to motion first while working a floor mill? ഫ്ലോർ മില്ല് വർക്കിങ്ങിൽ ആദ്യം മോഷനിലോട്ട് പോകാനായിട്ട് ഫസ്റ്റ് ഫോഴ്സ് എവിടെ എത്തുന്നത്? ദ മോഷൻ ബിഗിൻസ് ഫ്രം ദ മോട്ടർ. ഓക്കെ, സോ മോഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? ആദ്യം മോട്ടറിലാണ്. ഓക്കെ, ഒരു ഫ്ലോർ മില്ലിന്റെ വർക്കിങ്ങിൽ ഫസ്റ്റ് മോഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? മോട്ടറിലാണ്. ഓക്കെ, ഹൗ ഇസ് ദിസ് റൊട്ടേഷൻ ട്രാൻസ്ഫർ ടു അതർ പാർട്സ്? മറ്റ് പാർട്സിലോട്ട് എങ്ങനെയാണ് ഈ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ്? The motion is transferred to the mill through the axle, belt and wheel. Okay, എങ്ങനെയാണ്? ആക്സൽ, ബെൽറ്റ്, വീൽ വഴിയാണ് മറ്റ് പാർട്സിലോട്ട് ഈ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. What arrangements are made use of in a sewing machine to transfer the force applied on the pedal to the needle? അപ്പോൾ നമ്മൾ സ്വിംഗ് മെഷീൻ എന്താണ്? ഒരു മോഷനും ഫോഴ്സിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഈ പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെയാണ് നീഡിലോട്ട് എത്തുന്നത്? ആ ഫോഴ്സിൻ്റെ ട്രാൻസ്ഫറിങ് ഒക്കെ എങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ പെഡൽ ഇസ് ട്രാൻസ്ഫർ ടു ദ ബിഗ് വീൽ ത്രൂ എ റോഡ്. ഓക്കെ, അപ്പോൾ എന്താണ്? പെഡലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാണല്ലേ. എങ്ങനെ? ബിഗ് വീലിലോട്ടാണ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പെഡലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബിഗ് വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെ? ഒരു റോഡ് ഉണ്ട്. ഓക്കെ, ത്രൂ എ റോഡ്, ഒരു റോഡ് വഴിയാണ് പെഡലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബിഗ് വീലിലോട്ട് എത്തുന്നത്. Then it reaches a small wheel by means of a belt. പിന്നെ ഒരു ബെൽറ്റ് വഴി അത് ഈ ഫോഴ്സ് എങ്ങനെയാണ്? സ്മോൾ വീലിലോട്ട് എത്തുകയാണ്. ഓക്കെ, ലാർജ് വീലിൽ നിന്ന് എങ്ങനെയാണ് സ്മോൾ വീലിലോട്ട് ഒരു ബെൽറ്റ് വഴി ഈ ഫോഴ്സ് എത്തുകയാണ്. Then the needle is connected to the small wheel. സോ അപ്പോൾ നമ്മുടെ നീഡിൽ എവിടെയാണ്? ഈ സ്മോൾ വീലിനോട് കണക്റ്റഡ് ആണ്. ഓക്കെ, യെസ്, ഹെൻസ് ദ നീഡിൽ വർക്ക്സ് വെൻ ദ സ്മോൾ വീൽ ഇസ് റൊട്ടേറ്റഡ്. അപ്പോൾ നീഡിൽ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ഈ സ്മോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ നീഡിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് സ്വിംഗ് മെഷീൻ്റെ ഫങ്ഷനിങ്. ഓക്കെ, ഈ ഫോഴ്സ് ട്രാൻസ്ഫറിങ്ങും അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ ഇങ്ങനെയാണ് പോസിബിൾ ആവുന്നത്. Then the force applied on a machine can be transferred to other parts of the machine or to other machines, thus settling them into motion. നമ്മൾ പഠിച്ചു അല്ലേ. അതായത് ഒരു മെഷീൻ്റെ ഒരു പാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് അത് മറ്റ് മെഷീൻസിലോട്ടോ അല്ലെങ്കിൽ ആ മെഷീൻ്റെ മറ്റ് പാർട്സിലോട്ടോ എത്തും അല്ലേ. സോ അതിന് എക്സാമ്പിളാണ് സ്വിംഗ് മെഷീൻ അല്ലേ. നമ്മൾ പെഡലിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ലാർജ് വീൽ, സ്മോൾ വീൽ, ദെൻ എങ്ങനെയാണ് അത് നീഡിലോട്ടും എത്തുകയാണല്ലേ. ഓക്കെ,
സോ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ചെയിൻ, വീൽ, ആക്സൽ, ബെൽറ്റ്, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇത്തരം മോഷൻസ് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നതാണ് ഗിയേഴ്സിനെ പറ്റിയിട്ട്. ഓക്കെ, സോ അതിന് നമുക്കൊരു എക്സ്പെരിമെൻറ്റ്, ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. സോ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ 2 കൊറിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ലിഡ്സ്, കൊറിഗേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? അത്ര മിനുസമായിട്ടുള്ള ഒരു സർഫസ് അല്ല, അതായത് നമുക്കിവിടെ കുറേ റിഡ്ജസ് ഒക്കെ കാണാം അല്ലേ ഇതിൻ്റെ ഇവിടെ. സോ അത്തരം കൊറിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ലിഡുകൾ നമ്മൾ എടുത്തിട്ട് ഡിഫറെൻറ്റ് സൈസിൽ, നമുക്ക് ഇവിടെ ഒരു ലാർജും ഇവിടെ ഒരു സ്മോളും കാണാം അല്ലേ. എന്നിട്ട് നമ്മളതൊരു വുഡൻ പ്ലാങ്ക്, ഇതുപോലത്തെ ഒരു വുഡൻ ടേബിളിൽ ഒരു സർഫസിൽ നമ്മളിത് വെക്കുകയാണ്. നമ്മൾ വെക്കുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യം ഈ 2 ലിഡും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. എന്നിട്ട് ഓരോ ലിഡും നമ്മൾ ടേൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഒബ്സർവേഷൻസ് കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. So first one, when the small lid is turned to the left, in which direction does the big lid turn? What happens when it is turned to the right? അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്മോൾ ലിഡിനെ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്താൽ ഏത് ഡയറക്ഷനിലാണ് ബിഗ് ലിഡ് ടേൺ ചെയ്യാന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ടായിരിക്കും അല്ലേ. അപ്പോൾ സ്മോൾ ലിഡിനെ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്താൽ ബിഗ് ലിഡ് എങ്ങോട്ട് ടേൺ ചെയ്യുന്നുണ്ടാവുക? റൈറ്റിലോട്ടായിരിക്കും ടേൺ ചെയ്യുന്നുണ്ടാവുക. വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഇസ് ടേൺ ടു ദ റൈറ്റ്? അപ്പോൾ സ്മോൾ ലിഡിന് നമ്മൾ റൈറ്റിലോട്ട് ടേൺ ചെയ്താലോ ബിഗ് ലിഡ് ഇസ് ടേൺ ടു ദ ലെഫ്റ്റിലോട്ടായിരിക്കും ടേൺ ചെയ്യുക. ഓക്കെ, ആ ഫോഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ വഴി എന്താ സംഭവിക്കുന്നത്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് ടേൺ ചെയ്യും. ദെൻ does the big lid also complete one rotation when the small lid completes one? സ്മോൾ ലിഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബിഗ് ലിഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമോ? ഇല്ല, ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ എന്താണ്? ബിഗ് ലിഡ് ഡസ് നോട്ട് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. Then how many times does the small lid rotate when the big lid is rotated once? അപ്പോൾ എത്ര പ്രാവശ്യമാണ് സ്മോൾ ലിഡ് റൊട്ടേറ്റ് ചെയ്യുക? ബിഗ് ലിഡിനെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്മോൾ ലിഡ് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും? When the big lid is rotated once, the small lid makes more than one rotation. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്മോൾ ലിഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബിഗ് ലിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബിഗ് ലിഡ് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്മോൾ ലിഡ് കുറേ റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. യെസ്, ദെൻ അപ്പോൾ ഇതിന് പോസിബിൾ ആവുന്ന എങ്ങനെയാണ്? ഈ റൊട്ടേഷൻ, ഈ മൂവ്മെന്റിനൊക്കെ പോസിബിൾ ആവുന്ന റീസൺ എന്താണ്? ഇന്റർലോക്കിംഗ് ആണല്ലേ. ഇന്റർലോക്കിംഗ് ഓഫ് കൊറിഗേഷൻസ് അല്ലേ, നമ്മുടെ ഈ ലിഡുകളുടെ കൊറിഗേഷൻസ്, അവരുടെ ഒരു ഇന്റർലോക്കിംഗ്, അവർ തമ്മിലുള്ള ആ ഒരു പ്രോക്സിമിറ്റി, ആ ഒരു അടുപ്പം കാരണമാണ്, ആ ഒരു ഇന്റർലോക്കിംഗ് കാരണമാണ് ഈ മൂവ്മെന്റ്സ് ഒക്കെ പോസിബിൾ ആവുന്നത്. സോ അത്തരം വീൽസിനെയാണ് നമ്മൾ ഗിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഇവിടേക്ക് എന്താണ്? അവരുടെ ആ ഒരു സർഫസസ് തമ്മിലുള്ള ഒരു ഇന്റർലോക്കിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ മോഷൻ പോസിബിൾ ആവുന്നത്. Then where have you seen gears? നമ്മൾ ഗിയേഴ്സ് എവിടെയൊക്കെ കാണുന്നുണ്ട്? ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് ഗിയേഴ്സ് കാണാം അല്ലേ. എവിടെയൊക്കെയാണ്? എക്സാമ്പിൾസ് പറയാൻ നോക്കാം. ടോയ്സ്, ഹാൻഡ് ഡ്രിൽസ്, മെഷീൻസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്, വാച്ച്, ക്ലോക്ക്, സൈക്കിൾ, മോട്ടോർ കാർസ്. നമുക്കറിയാം അല്ലേ, വാച്ചിലും ക്ലോക്കിലും ദെൻ കാർസിലും ഇതിലൊക്കെ നമ്മൾ എന്താണ് ഗിയർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് എന്താണ്? ഈ കൊറിഗേറ്റഡ് സർഫസസിന് തമ്മിലുള്ള ഒരു ഇന്റർലോക്കിംഗ് അല്ലേ, അവരുടെ തമ്മിലുള്ള ആ ഒരു ഇന്റർലോക്കിംഗ്, രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്താണ് ഒരു മോഷൻ സാധ്യമാവുന്നത്. യെസ്, ദെൻ ട്രൈ റൊട്ടേറ്റിംഗ് ദ ഗിയേഴ്സ് ഇൻ ഹാൻഡ് ഡ്രിൽസ് ആൻഡ് ടോയ്സ്. ഹാൻഡ് ഡ്രിൽസിലെയും ടോയ്സിലെയും ഗിയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് ഗിയേഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ഇൻ മോഷൻ. മോഷനിൽ ഗിയേഴ്സിന് കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് ഇൻ മോഷൻ എന്തൊക്കെയായിരിക്കും നോക്കാം. On the basis of the indicators given below and write down them in the science diary. Okay, so നമുക്കിവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതനുസരിച്ച് എന്തൊക്കെ മോഷനിലാണ് ചേഞ്ചസ് വരുന്നത് നമുക്ക് നോക്കാം. Do they bring about change in the direction of motion? Do they bring about change in the speed of motion? എന്തൊക്കെയാണ് ഡയറക്ഷൻ, സ്പീഡ്, ഇതിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് മോഷനിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Gears can bring about changes in the direction and speed of the motion on objects. അപ്പോൾ എന്താണ്? ഗിയേഴ്സിന് ഒരു ഒബ്ജക്റ്റിന്റെ മോഷനിൽ സ്പീഡിലും ഡയറക്ഷനിലും ചേഞ്ച് വരുത്താൻ പോസിബിൾ ആണ്. എങ്ങനെയാണ്? By making use of the rotation of one part of a machine, gears help us to set in motion more than one part of a machine at different speeds and in different directions. അല്ലേ, ഒരു പാർട്ടിന്റെ റൊട്ടേഷൻ, ഓക്കെ, ഒരു മെഷീൻ്റെ ഒരു പാർട്ടിന്റെ റൊട്ടേഷൻ വഴി എങ്ങനെയാണ്
മറ്റ് പാർട്സിനെയും അത് എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്, ഒരു ഇന്റർലോക്കിംഗ് വരുന്നുണ്ട് അല്ലേ, ഗിയർ തമ്മിലൊക്കെ എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലേ. സോ എന്താണ്, മറ്റ് പാർട്സിനെ മോഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മോർ ദാൻ വൺ പാർട്ടിനെ മോഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണ്, ഡിഫറെൻറ്റ് സ്പീഡിലും ഡിഫറെൻറ്റ് ഡയറക്ഷനിലും നമുക്ക് ആ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, so when a big wheel is turned using a small wheel, the speed of rotation decreases. അപ്പോൾ എങ്ങനെയാണ് ബിഗ് വീലിനെ, when a big wheel is turned using small wheel ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബിഗ് വീലിനെ ടേൺ ചെയ്യുമ്പോൾ എന്താണ്, മോഷൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. when it is reversed, the speed increases. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യണം. അതായത് ഇപ്പോൾ സ്മോൾ ലിഡിൻ്റെ സ്ഥാനത്ത് ബിഗ് ലിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, the use of gears can bring about changes in speed and direction of motion. We make use of this advantage in a number of machines. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ, ഗിയറിൻ്റെ പ്രോപ്പർ യൂസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെഷീൻ്റെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യും അല്ലേ, സ്പീഡിനെ ഡയറക്ഷനും, സ്പീഡിനെ കൂട്ടാനും കുറയ്ക്കാനും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a man pulling a handcart applies force on it in the following situations. What is the purpose in each case? അപ്പോൾ ഒരു ഹാൻഡ് കാർട്ട് പുള്ള് ചെയ്യുന്ന ഒരാൾ പല രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ. ഓക്കെ, സോ ഓരോ സന്ദർഭങ്ങളിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് തന്നെ, when he starts pulling the handcart പുള്ള് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സന്ദർഭം. ഓക്കെ, ദെൻ when it goes on a downhill, ഓക്കെ, ഒരു ഡൗൺ ഹില്ലോട്ട് കാർട്ട് പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ പർപ്പസ് എന്താണ്. ഇനി വാട്ട് ആർ ദ ചേഞ്ചസ് ഫോഴ്സ് ക്യാൻ ബ്രിങ് അബൌട്ട് ഇൻ ദ മോഷൻ, ഈ മോഷനിൽ ഒക്കെ ഫോഴ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റത്തെ എന്തിനാണ്, ഹി പുൾസ് ദ ഹാൻഡ് കാർട്ട് ടു സെറ്റ് ദ കാർട്ട് ഇൻ ടു മോഷൻ. അപ്പോൾ എന്തിനാണ് കാർട്ടിൽ ആദ്യം ഫോഴ്സ് കൊടുക്കുന്നത്, കാർട്ടിനൊരു മോഷൻ കൊടുക്കാൻ, ഒരു ചലനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഫോഴ്സ് കൊടുക്കുന്നത്. ദെൻ ഒരു ഡൗൺ ഹില്ലോട്ട് പോകുമ്പോൾ എന്തിനായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവുക, സ്പീഡ് ഡിക്രീസ് ചെയ്യാണ്. ഡൗൺ ഹില്ലാണ് പോകുന്നത് അല്ലേ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കണം അല്ലേ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്നത്. ദെൻ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ മോഷനിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കും, ഒരു ഒബ്ജക്റ്റിനെ മോഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെ ചലനം കൊണ്ടുവരാനായിട്ട് ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, സ്പീഡ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാനായിട്ടല്ലേ, അതിൻ്റെ സ്പീഡ് ഒന്നില്ലെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനായിട്ടും ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് ഡോമിനൻറ്റ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിൽ ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണ് നമുക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ളത്, ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് എയറോപ്ലെയിൻ ഗെയിനിങ് സ്പീഡ് ഓൺ ദ റൺവേ ബിഫോർ ടേക്ക് ഓഫ്. അപ്പോൾ ഒരു ടേക്ക് ഓഫിന് മുന്നേ എയറോപ്ലെയിൻ റൺവേയിൽ ഗെയിൻ ചെയ്യുന്ന ഒരു എനർജി, ആ ഒരു സ്പീഡ് എന്തായിരിക്കും, ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആയിരിക്കും അത്, ലീനിയർ മോഷൻ ആയിരിക്കും അല്ലേ. എയറോപ്ലെയിൻ എങ്ങനെയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് ടേക്ക് ഓഫിന് പ്രിപ്പയർ ആവുന്നത്. യെസ്. ദെൻ സെക്കൻഡ് എന്താണ്, ദ മോഷൻ ഓഫ് എ വാൽവ് ട്യൂബ് ഇൻ ദ റൊട്ടേറ്റിംഗ് വീൽ ഓഫ് എ ബൈസൈക്കിൾ. ഒരു റൊട്ടേറ്റിംഗ് വീൽ, ബൈസൈക്കിളിൻ്റെ റൊട്ടേറ്റിംഗ് വീലിലുള്ള വാൽവ് ട്യൂബിൻ്റെ മോഷൻ. ഓക്കെ, പിന്നെന്താണ്, ഇത്തരം മോഷനൊക്കെയുള്ള എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാം. ലീനിയർ മോഷൻ ആയിരുന്നു എന്താണ്, എയറോപ്ലെയിൻ ചെയ്തത്. ദെൻ ഇവിടെ എന്താണ്, ബൈസൈക്കിളിൻ്റെ കേസിൽ സർക്കുലർ മോഷൻ ആണ്. ഓക്കെ, ദെൻ റൊട്ടേഷൻ എങ്ങനെയാണ്, റൊട്ടേറ്ററി മോഷൻ എങ്ങനെയാണ് വരുന്നത്, മോഷൻ ഓഫ് ദ വീൽസ് ഓഫ് എ സ്വിംഗ് മെഷീൻ അല്ലേ. സ്വിംഗ് മെഷീൻ്റെ വീൽസ് എങ്ങനെയാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. സോ അവിടെ വരുന്ന മോഷൻ എങ്ങനെയായിരിക്കും, റൊട്ടേറ്ററി മോഷൻ ആയിരിക്കും. യെസ്. ദെൻ ഓസിലേഷൻ എങ്ങനെയാണ്, പെൻഡുലം നമ്മൾ പറഞ്ഞല്ലേ, ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് എന്ത്, ഓസിലേറ്ററി മോഷൻ. സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പെൻഡുലം ക്ലോക്ക് ആണ്. ഓക്കെ, ദെൻ the table on oscillation prepared by Latika, Iqbal and Sonu is given below. Okay, 3 students prepare ചെയ്ത ഓസിലേഷനെ പറ്റിയുള്ള ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Whose findings are correct? Which are the ones that cannot be considered as examples of oscillation? What is the difference between vibration and oscillation? അപ്പോൾ ഇവരുടെ 3 പേരുടെയും ടേബിളിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ ആരുടെ ഫൈൻഡിങ്സ് ആണ് കറക്റ്റ് നമുക്ക് നോക്കാം. സോ ആരുടെ ഫൈൻഡിങ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഇക്ബാലിൻ്റെ ആണല്ലേ. ഓക്കെ, ഇക്ബാലിൻ്റെ ഫൈൻഡിങ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ എന്തായിരിക്കും റീസൺ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താ പറയുന്നത്, ദ മോഷൻ ഓഫ് ദ മെംബ്രെയിൻ അക്രോസ് ദ ഡ്രം ഹെഡ് ഓഫ് എ ചെണ്ട ഓൺ ബീറ്റിംഗ് ഇറ്റ് അല്ലേ. നമ്മൾ ചെണ്ടയുടെ മെംബ്രെയിനിൽ ബീറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്, ഓസിലേറ്ററി മൂവ്മെന്റ് ആണല്ലേ. ഓക്കെ,
Then the motion of the string while playing വീണ അല്ലെ, വീണ പ്ലേ ചെയ്യുമ്പോൾ സ്ട്രിങ്ങിന് ഉണ്ടാവുന്ന മോഷൻ എന്താണ്? ഓസിലേറ്ററി ആണ്. Then the motion of the prongs of an excited tuning fork. അപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുകയാണ്. എങ്ങനെയാണ്? ഒരു റബ്ബർ ഹാമർ വെച്ചിട്ട് നമ്മൾ ഫോർക്കിൽ ബീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഓസിലേറ്ററി മൂവ്മെൻറ്റ് നമുക്ക് അവിടെ പോസിബിൾ ആയിരിക്കും. Then what is the difference between vibration and oscillation? വൈബ്രേഷനും ഓസിലേഷനും തമ്മിൽ ഡിഫറൻസ് എന്താണ്? The to and fro motion അല്ലേ, to and fro motion of a body about the mean position ആണ് ഓസിലേഷൻ. നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പോൾ പെൻഡുലം എങ്ങനെയാണ്? രണ്ട് സൈഡിലോട്ട് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടല്ലോ, ഒരു മെയിൻ പൊസിഷനിൽ നിന്ന്. സോ അതാണ് ഓസിലേഷൻ. ഇനി വൈബ്രേഷൻ എന്താണ്? ഫാസ്റ്റ് ഓസിലേഷൻസ് ആണ് വൈബ്രേഷൻസ്. ഓക്കെ. Then which are the ones that cannot be considered as examples of oscillation? ഓസിലേഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയായിരിക്കും? ജയന്റ് വീൽ അല്ലേ, ജയന്റ് വീലിൻ്റെ മോഷൻ എങ്ങനെയാണ്? അത് സർക്കുലർ ആണ്. സോ അതെന്തായിരിക്കും? ഓസിലേറ്ററി അല്ല. ദെൻ ദ മോഷൻ ഓഫ് എൻ ആരോ ഷൂട്ട് ഫ്രം എ ബോ. ഇപ്പം നമ്മൾ എന്താണ്? ഒരു വില്ലിൽ നിന്ന് അമ്പെറിയാണ് അല്ലേ. സോ അതെന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അതൊരിക്കലും എന്താണ്? ഓസിലേറ്ററി അല്ല. അല്ലെങ്കിൽ അതിനൊരു സർക്കുലർ മോഷനും എടുക്കാം അല്ലേ. യെസ്. സോ എന്താണ്? സോ ദീസ് ആർ നോട്ട് ദി എക്സാമ്പിൾസ് ഫോർ ഓസിലേറ്ററി മോഷൻ. സോ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഗിയേഴ്സ് ഇൻ ദ ഫിഗർ. നമുക്കറിയാം ഗിയർ എന്തിനാണ്? മറ്റ് പാർട്സിലെ മൂവ്മെൻറ്റിലോട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഒരു ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഗിയേഴ്സ് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണ്? ഇൻ്റർലോക്കിംഗ് ഉണ്ടല്ലേ പാർട്സ് തമ്മിലുള്ള. ഓക്കെ. സോ വെൻ ദ ഫസ്റ്റ് ഗിയർ ഇസ് റൊട്ടേറ്റഡ്, ആദ്യത്തെ ഗിയർ ഇതാണ്. ഓക്കെ. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വിച്ച് അതർ ഗിയർ വുഡ് ഓൾസോ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വേറെ ഏത് ഗിയർ ആയിരിക്കും? ഗിയർ നമ്പർ 3 ആയിരിക്കും സെയിം ഡിറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ദെൻ വിച്ച് ഗിയർ വുഡ് ബി ദ സ്ലോവെസ്റ്റ്? സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഗിയർ ഏതായിരിക്കും? അത് 4th ഗിയർ ആയിരിക്കും. ഓക്കെ. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് മാപ്പ് സ്യൂട്ടബ്ലി. അപ്പോൾ ഇവിടെ നമുക്ക് മോഷനെ സംബന്ധിച്ചുള്ള 3 കാര്യങ്ങൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനും അതിൻ്റെ ഡിവൈസസും. പിന്നത്തെ എന്താണ്? ഡിവൈസസ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ മോഷൻ, അതായത് മോഷനിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നതും അതിൻ്റെ യൂസസും. ഓക്കെ, അത്തരം ഡിവൈസസ്. പിന്നെന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മോഷന് വരുന്ന ചേഞ്ചസ്. സോ ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഓക്കെ. സോ ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫില്ല് ചെയ്യാം. ഫസ്റ്റത്തെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനും ആൻഡ് ദ ഡിവൈസസ് യൂസ്ഡ്. ഓക്കെ, പലതരത്തിലുള്ള മോഷൻസും അത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസും. സോ ആദ്യത്തെ മോഷൻ എന്താണ്? ഓസിലേറ്ററി മോഷൻ. ഓസിലേഷൻ ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്തൊക്കെയാണ്? പെൻഡുലം. നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു അല്ലേ, ഏതൊക്കെ ഡിവൈസസ് ഉപയോഗിക്കുന്നത്, എന്താണ് ഓസിലേറ്ററി മോഷൻ, എങ്ങനെയാണ് ആ മോഷൻ വരുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഡിവൈസസ്? പെൻഡുലം വരുന്നുണ്ട്, ദെൻ സ്വിങ്ങിങ് കോട്ട്, സ്ട്രിങ് ഓഫ് എ വീണ അല്ലേ. ഇനി പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായതല്ലേ. യെസ്. നെക്സ്റ്റ് മോഷൻ എന്താണ്? റൊട്ടേഷൻ ആണ്. ഓക്കെ. സോ റൊട്ടേഷൻ എന്താണ്? വെഹിക്കിൾസിൻ്റെ വീൽസ് അല്ലേ, വീൽസ് ഓഫ് വെഹിക്കിൾസിന് റൊട്ടേറ്ററി മോഷൻ ആണ്. ദെൻ ഫ്ലോർ മില്ലിൻ്റെ വീൽസ്, ദെൻ ഫാൻ അല്ലെ, ഫാനിൻ്റെ ലീവ്സിനൊക്കെ എന്താണ്? റൊട്ടേറ്ററി മോഷൻ ആണ് ഉള്ളത്. ദെൻ സർക്കുലർ മോഷൻ. അപ്പോൾ റൊട്ടേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ എന്താ പറഞ്ഞത്? ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്താണ്? ഒരു ആക്സിസിലുള്ള റൊട്ടേഷൻ ആണല്ലേ, ഒരു ആക്സിസിലാണ് ഈ റൊട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഫാനിലായാലും ഫ്ലോർ മില്ലിൻ്റെ വീൽസ് ആയാലും വെഹിക്കിൾസിൻ്റെ വീൽസ് ആയാലും ഒക്കെ എന്താണ്? ഒരു ആക്സിസ് ഉണ്ടാവും, അതിന് ചുറ്റാണ് ഈ റൊട്ടേഷൻ സംഭവിക്കുന്നത്. ഓക്കെ. ഇനി സർക്കുലർ മോഷൻ, നെക്സ്റ്റ് മോഷനാണ് സർക്കുലർ മോഷൻ. സോ ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒരു ക്ലോക്കിൻ്റെ ഹാൻഡിൻ്റെ ടിപ്പ് അല്ലേ, അതെന്താണ്? ഒരു സർക്കുലർ മോഷനാണ് നടത്തുന്നത്. ദെൻ എന്താണ്? ചില റൈഡുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ചില റൈഡുകളല്ലേ, ഇപ്പോൾ ജയൻറ്റ് വീൽ അല്ലേ, നമ്മൾക്ക് ജയൻറ്റ് വീൽ അറിയാം അല്ലേ. സോ അവിടുത്തെയൊക്കെ എന്താണ്? വർക്കിംഗ് എങ്ങനെയാണ്? സർക്കുലേറ്ററി മോഷനാണ്. ദെൻ ഡിവൈസസ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ മോഷൻ ആൻഡ് ദ യൂസസ്. അപ്പോൾ ഏതൊക്കെ ഡിവൈസസ് എങ്ങനത്തെയൊക്കെ മോഷനാണ് കൊണ്ടുവരുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ഓക്കെ, മോഷൻ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഗിയർ. ഓക്കെ. സോ ഗിയർ എന്തൊക്കെ ചേഞ്ചസാണ് കൊണ്ടുവരിക? ഡയറക്ഷനിലും സ്പീഡിലും അല്ലേ, ഡയറക്ഷനും സ്പീഡും, ഒരു മോഷൻ്റെ ഡയറക്ഷനെയും സ്പീഡിനെയും ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ബെൽറ്റ് എന്താണ്? ബെൽറ്റ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തത്? സ്വിംഗ് മെഷീനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സ്വിംഗ് മെഷീനിൽ എന്താണുള്ളത്? നാരോ ബെൽറ്റ് ആണ്. ഓക്കെ.
ദെൻ ഫ്ലോർ മില്ലിൽ എന്താണ്, ബ്രോഡ് ആയിട്ടുള്ള ബെൽറ്റ് ആണ് ഉള്ളത്. ഓക്കെ, സോ ബെൽറ്റ് എങ്ങനെയായിരിക്കും ഫോഴ്സിൽ ചേഞ്ച് കൊണ്ടുവരിക, മോഷനിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണല്ലേ നമ്മൾ സ്വിമ്മിങ് മെഷീൻ്റെ ആ ഒരു മോഷൻ എങ്ങനെയാണ് ഫോഴ്സ് ഓരോ ഭാഗത്തും വരെ നമ്മൾ പഠിച്ചു അല്ലേ. സോ അതെങ്ങനെയാണ് പെഡലിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്, അത് റോഡ് വഴി ലാർജ് വീലിലോട്ട്, ദെൻ ഒരു ബെൽറ്റ് വഴി സ്മോൾ വീലിലോട്ട്, ദെൻ സ്മോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നീഡിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ഒരു ബെൽറ്റ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫോഴ്സിനെ മറ്റു സ്ഥലങ്ങളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്താണ്, ചെയിൻ ആണല്ലേ. ഓക്കെ, ചെയിൻ എങ്ങനെയാണ്, ടു ട്രാൻസ്ഫർ ദ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് എ പോയിന്റ് ടു അനദർ പോയിന്റ്, ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്ത ഫോഴ്സിൽ മറ്റു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചെയിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ചേഞ്ചസ് ഇൻ മോഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ഫോഴ്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഫോഴ്സ് കൊടുക്കുമ്പോൾ മോഷനിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? എന്തായിരിക്കും ഫസ്റ്റ് ചേഞ്ച്? ഡയറക്ഷനിൽ അല്ലേ, ഒരു മൂവിങ് ബോഡിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മോഷനെ സംബന്ധിച്ചുള്ള 3 കാര്യങ്ങൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസും, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഷനിൽ വരുത്തുന്ന ചേഞ്ചസ്. ഓക്കെ, ഓരോ ഡിവൈസസിനും മോഷനിൽ വരുത്താൻ പറ്റുന്ന ചേഞ്ചസും അതിൻ്റെ യൂസസും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മോഷന് വരുന്ന ചേഞ്ചസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ആൻഡ് ദ ഡിവൈസസ് യൂസ്ഡ് നോക്കാം. സോ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ? ഓസിലേഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്, ആൻഡ് സർക്കുലർ മോഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, സോ ഓസിലേഷനിൽ ഏതൊക്കെ ഡിവൈസസ് ആണ് വരുന്നത്? പെൻഡുലം വരുന്നുണ്ടല്ലേ, നമ്മൾ പറഞ്ഞല്ലേ. പെൻഡുലം എങ്ങനെയാണ്, ഒരു മെയിൻ പൊസിഷനിൽ നിന്നുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അല്ലേ, 2 സൈഡിലോട്ടുള്ള ഒരു മോഷൻ ആണ്. അതുപോലെ തന്നെയാണ് സ്വിങ്ങിന്റെ കാര്യത്തിലും അല്ലെ, ഒരു മെയിൻ പൊസിഷൻ ഉണ്ടാവും. ദെൻ സ്വിങ്ങിങ് കോട്ട്, സ്ട്രിങ് ഓഫ് എ വീണ, ഇവിടെയൊക്കെ എന്താണ്, ഓസിലേഷൻ ആണ് സംഭവിക്കുന്നത്. ദെൻ റൊട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, വെഹിക്കിൾസിന്റെ വീൽസ്, ദെൻ ഫ്ലോർ മില്ലിന്റെ വീൽസ്, ഫാനിന്റെ, ഇതൊക്കെ എന്താണ്, റൊട്ടേഷൻ എക്സാമ്പിൾ ആണ് അല്ലേ. സോ റൊട്ടേഷൻ വേറെ പ്രത്യേകത എന്താണുള്ളത്, ഇറ്റ്സ് ഓൺ ആക്സിസിലാണ് റൊട്ടേഷൻ നടക്കുന്നത് അല്ലേ. ഓക്കെ, ദെൻ സർക്കുലർ മോഷൻ ഉണ്ടല്ലേ. സോ സർക്കുലർ മോഷൻ എങ്ങനെയാണ്, അതിന് എക്സാമ്പിൾ ഏതൊക്കെ ഡിവൈസസ് ആണ് വരുന്നത്? ഒരു ക്ലോക്കിന്റെ ഹാൻഡിന്റെ ടിപ്പ് റീജിയൻ അല്ലേ. സോ അതെന്താണ്, അതൊരു സർക്കുലേറ്ററി മോഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ സർട്ടൻ റൈഡ്സ് ഇൻ ദ അമ്യൂസ്മെന്റ് പാർക്ക്, ചില റൈഡുകൾ അല്ലേ, നമുക്ക് ജയന്റ് വീൽ അറിയാം അല്ലേ. സോ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ ജയന്റ് വീൽ അല്ലെങ്കിൽ അത്തരം റൈഡ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഡിവൈസസ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ മോഷൻ ആൻഡ് ദർ യൂസസ്. അപ്പോൾ മോഷനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഡിവൈസസും അവരുടെ യൂസസും. സോ അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണ്? ഗിയർ, ബെൽറ്റ് ആൻഡ് ചെയിൻ. ഓക്കെ, സോ എന്താണ് ഗിയർ? ഗിയർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മോഷനിൽ വരുന്ന ചേഞ്ച് എങ്ങനെയായിരിക്കും? മോഷന് ഡയറക്ഷനെയും സ്പീഡിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, നമ്മൾ 4 ഗിയർ വെച്ചിട്ട് എങ്ങനെയാണ് എന്നുള്ളതും 2 പ്ലാസ്റ്റിക് ലിഡ് വെച്ചിട്ട് എങ്ങനെയുള്ളതാണെന്നൊക്കെ നമ്മൾ ഗിയറിൻ്റെ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഡയറക്ഷനിലും സ്പീഡിലും ചേഞ്ച് കൊണ്ടുവരും. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അവരുടെ പാർട്സ് തമ്മിലുള്ള ആ ഒരു ഇന്റർ കണക്ഷൻ അല്ലേ, അതുവഴിയാണ് ഗിയർ ചേഞ്ച് കൊണ്ടുവരുന്നത്. ദെൻ ബെൽറ്റും ഡിസ്കസ് ചെയ്തിരുന്നതാണല്ലേ. നമ്മൾ ഫ്ലോർ മില്ലിൽ ഏത് ബെൽറ്റ് ആണുള്ളത്? നാരോ ബെൽറ്റ് ആണ് അല്ല, സോറി, ബ്രോഡ് ബെൽറ്റ് അല്ലെ. ഫ്ലോർ മില്ലിൽ ബ്രോഡ് ബെൽറ്റും സ്വിമ്മിങ് മെഷീനിൽ നാരോ ബെൽറ്റ് ആണ് ഉള്ളത് അല്ലേ. സോ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് മോഷനിൽ ചേഞ്ച്? അവർ ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലേ, ഫ്രം വൺ പോയിന്റ് ടു അനദർ ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ദെൻ ചെയിൻ എങ്ങനെയാണ് ഒരു മോഷനിൽ ചേഞ്ച് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? ഒരു പോയിന്റിൽ നിന്നുള്ള ഫോഴ്സിനെ മറ്റു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് മോഷനിൽ സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ എന്താണ്? ഡയറക്ഷനിൽ ചേഞ്ച് കൊണ്ടുവരും അല്ലേ. ഒരു മൂവിങ് ബോഡിയുടെ ഡയറക്ഷനിൽ ചേഞ്ച് കൊണ്ടുവരും. എങ്ങനെയാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, ഒരു ടേബിളിൽ നമ്മളൊരു മാർബിൾ വെക്കുമ്പം എന്നിട്ട് നമ്മൾ അതിന് പതുക്കെ ഒന്ന് റോൾ ചെയ്യിക്കുകയാണ്. എന്നിട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മളൊരു സ്കെയിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡയറക്ഷനിൽ ചേഞ്ച് വരികയാണല്ലേ. ആ മൂവിങ് ബോഡി ആയിട്ടുള്ള മാർബിളിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരികയാണ്. പിന്നെ എങ്ങനെയാണ്? മോഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അതിനെ മോഷൻ കൊണ്ടുവരാനായിട്ട്, അതിനെ സ്റ്റാർട്ട് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫോഴ്സ്. പിന്നെന്താണ്?
ടു ബ്രിങ് ദ മോഷൻ ഓഫ് എ ബോഡി ടു റെസ്റ്റ്, അല്ലേ? റെസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട്, ഒരു മൂവിങ് ബോഡീനെ റെസ്റ്റിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ഫോഴ്സ് അപ്ലൈ ചെയ്യും, അല്ലേ? ഓക്കെ. ദെൻ പിന്നെ എന്തിനാണ്? ഒരു മൂവിങ് ബോഡിയുടെ സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലേ? ഒരു ബോഡി മൂവിങ് ആയിരിക്കും, അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് ഉപയോഗിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ 4 ആയ അലോങ് ദ മോഷൻ അല്ലെങ്കിൽ ചലനത്തിനൊപ്പം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തു. ദെൻ മോഷൻ സറൗണ്ടിങ് അസ്, അല്ലേ? എന്തൊക്കെ മോഷനാണ് ഉള്ളത്, ദെൻ അതിന് ഉപയോഗിക്കുന്ന ഡിവൈസസ്, പിന്നെ ആ ഡിവൈസസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ് കാരണം മോഷനിൽ വരുന്ന ചേഞ്ചസ്, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ബന്ധിപ്പിച്ച് പഠിക്കാവുന്നതാണ്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡു ആസ്ക്, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. വിൽ ബി ഗെറ്റിംഗ് എ റിപ്ലൈ സൂൺ. ഓക്കെ, സോ താങ്ക് യു.